ശക്തി, വിവേകം, ഭക്തി നമ്മിൽ മഴ പോൽ ചൊരിഞ്ഞിടണേ. അറിവ്, നീതി, ശാശ്വത ശാന്തി മഞ്ഞുപോൽ നമ്മിൽ അലിഞ്ഞിടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങൾക്കേവർക്കും ആശംസിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ആത്മാവിൻ്റെ സപ്തദാനങ്ങൾക്കായി ആഗ്രഹിച്ച് ഈ കാലഘട്ടത്തിന് ആവശ്യമായ അഭിഷേക കൃപകളാൽ നമ്മൾ മുദ്രിതരാകുവാൻ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ദൈവത്തിൻ്റെ സപ്താത്മാക്കൾ എന്ന ശുശ്രൂഷയുടെ 12ാം ദിനത്തിലേക്കാണ് ആത്മാവ് നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത്. ഭവനങ്ങളിലും സമൂഹങ്ങളിലും വിവിധ സ്ഥലങ്ങളിലുമായിരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എൻ്റെ സഹോദരി സഹോദരങ്ങളെ, സ്വർഗം നമുക്ക് സമ്മാനിച്ചിരിക്കുന്ന ഈ നല്ല ദാനത്തെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 53-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു, വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങളാൽ ദൈവം സംതൃപ്തരാക്കി, സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. വിശക്കുന്നവരെയാണ് വിശിഷ്ട വിഭവങ്ങളാൽ ദൈവം സംതൃപ്തരാക്കിയത്. ആത്മാവിൻ്റെ സപ്തദാനങ്ങൾക്ക് വേണ്ടിയുള്ള അതിയായ ആഗ്രഹവും ആഴമേറിയ വിശപ്പും നമുക്കുണ്ടാകണം. വിശപ്പുള്ള ജീവിതങ്ങളിലേക്കാണ് പരിശുദ്ധാത്മാവിൻ്റെ ദാനഫലവരങ്ങൾ കടന്നു വരുന്നത്. കാലത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് യുഗാന്ത്യ സഭ ആത്മാവിൻ്റെ സപ്തദാനങ്ങളാൽ പ്രശോഭിതയാകുവാൻ നമ്മുടെ ജീവിതങ്ങളിലും കുടുംബങ്ങളിലും ആത്മാവിൻ്റെ വിശുദ്ധ ദാനങ്ങൾ നിറയപ്പെടുവാൻ നമ്മൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ദൈവം നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന കൃപയുടെ സമയത്തിലാണ്. സാത്താൻ പ്രബലപ്പെട്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ അന്വേഷിക്കുകയും തന്നോട് വിശ്വസ്ത പുലർത്തുകയും ചെയ്യുന്ന ആത്മാക്കളിലേക്ക് അളവില്ലാത്ത വിധം തൻ്റെ കൃപാദാനങ്ങൾ ആത്മാവ് വർഷിക്കുന്ന കൃപയുടെ ദിനങ്ങളാണിത്. പരിശുദ്ധ അമ്മ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നമുക്ക് ഏറ്റുചൊല്ലാം. ഹംഗറിയിലെ സിസ്റ്റർ നത്താലിയായോട് ഈശോ പറഞ്ഞ വാക്കുകളാണ്. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ആ കാപ്പ മേലങ്കിക്കുള്ളിൽ ലോകം മുഴുവൻ പൊതിയപ്പെടുന്ന ഒരു സമയം വരും. അമ്മയുടെ കരം പിടിച്ച് അമ്മ മാതാവിൻ്റെ ആ മേലങ്കിക്കുള്ളിൽ നമ്മെ തന്നെ മറച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ ഒരുങ്ങുകയാണ്. എല്ലാ കൃപകളും മറിയം തനിക്ക് ലഭിച്ചിരിക്കുന്ന അധികാരങ്ങളിലൂടെ പ്രദാനം ചെയ്യും. മറിയത്തിൻ്റെ കാപ്പ ഭൂമി മുഴുവനെയും ആവരണം ചെയ്യും. അമ്മയുടെ വിശുദ്ധ കാപ്പയിലേക്ക്, അമ്മ മാതാവിന്റെ മേലങ്കിയിലേക്ക്, ആ മറവിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് ആത്മാവിന്റെ സപ്തദാനങ്ങൾക്കായി ആഗ്രഹിച്ചുകൊണ്ട്, അമ്മേ, ഞങ്ങളെ കുടുംബങ്ങളും സമൂഹങ്ങളും ആത്മാവിന്റെ വിശുദ്ധ ദാനങ്ങളാൽ മുദ്ര ചെയ്യപ്പെടുവാൻ ഞങ്ങൾ അമ്മയോടൊപ്പം പ്രാർത്ഥിക്കുകയാണ്. സാധിക്കുന്ന എല്ലാവരും എഴുന്നേറ്റ് നിന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ, അങ്ങയുടെ വത്സല മണവാട്ടിയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാ ഞങ്ങളുടെ മേൽ എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. അങ്ങയുടെ വത്സല മണവാട്ടിയായ
അങ്ങയുടെ വത്സല മണവാട്ടിയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാൽ ഞങ്ങളുടെ മേൽ സഭയുടെ മേൽ കുടുംബങ്ങളുടെ മേൽ സപ്തദാനങ്ങളുമായി ആത്മാവേ എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. വിശുദ്ധ ദാനങ്ങളാ ഞങ്ങളെ മുദ്ര ചെയ്യണമേ. ഹല്ലേലൂയ. ആമേൻ. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായം 13-14 വചനങ്ങളിൽ പരിശുദ്ധ വചനം പറയുന്നു, അപ്പോൾ ഏലിയ മേലങ്കിക്കൊണ്ട് മുഖം മറച്ചു പുറത്തേക്ക് വന്ന് ഗുഹാമുഖത്തു നിന്നു. അപ്പോൾ അവനൊരു സ്വരം കേട്ടു, ഏലിയ നീ ഇവിടെ എന്ത് ചെയ്യുന്നു? കർത്താവായ ദൈവം തന്റെ പ്രവാചകനായ ഏലിയാട് ചോദിക്കുകയാണ്, ഏലിയ നീ ഇവിടെ എന്ത് ചെയ്യുന്നു? ഇന്ന് ഈ ചോദ്യം നമ്മോടാണ് സ്വർഗം ചോദിക്കുന്നത്. ഈ ശുശ്രൂഷയിൽ ആഗ്രഹത്തോടെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയോടും ആത്മാവ് ചോദിക്കുകയാണ്, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? ആത്മാവിന്റെ സപ്തദാനങ്ങൾക്ക് വേണ്ടിയുള്ള ആഗ്രഹം. സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കി യുഗാന്ത്യ സഭ മുഴുവനും പരിശുദ്ധാത്മാവിന്റെ സപ്തദാനങ്ങളാൽ പ്രകാശിതമാകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് നമുക്ക് ഏറ്റുപറയാം. ഏലിയ എന്താണ് കർത്താവിനോട് പറഞ്ഞത്? ദൈവമായ കർത്താവിനെ പ്രതി ഞാൻ അതീവ തീഷ്ണതയാൽ ജ്വലിക്കുകയാണ്. അതീവ തീഷ്ണതയാൽ കർത്താവിനെ പ്രതി ഞാൻ ജ്വലിക്കുകയാണ്. എന്റെ സഹോദരങ്ങളെ, ഈ ഒരു ആത്മജ്വലനം നമുക്കുണ്ടാകട്ടെ. എല്ലാ മന്ദതകളും മരവിപ്പുകളും നമ്മുടെ ക്ഷീണവും തളർച്ചയൊക്കെ മാറ്റിവെച്ച് ഉണർവോടെ ഇന്നത്തെ ശുശ്രൂഷയിൽ എല്ലാവരും പങ്കെടുത്ത് പ്രാർത്ഥിക്കണം. ഉറക്കച്ചോടൊക്കെ മാറ്റി, നമുക്ക് രാത്രി സമയമാണ്, നമുക്ക് ചില ക്ഷീണമുണ്ട്, മടുപ്പുണ്ട്, എല്ലാം കർത്താവിനെ പ്രതി മാറ്റിവെച്ച് അവിടുത്തെ സപ്തദാനങ്ങളാൽ നിറയപ്പെടുവാനുള്ള തീഷ്ണതയെ പ്രതി കാലഘട്ടത്തിന്റെ അഭിഷേക കൃപകൾ സ്വന്തമാക്കുവാനുള്ള ആഗ്രഹത്തെ പ്രതി പരിശുദ്ധ അമ്മ മാതാവിന്റെ കരം പിടിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ആത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആത്മാവെ, അവിടുത്തെ സപ്തദാനങ്ങളാ ഞങ്ങൾ നിറയപ്പെടുവാൻ, ഞങ്ങൾ മുദ്രിതരാകുവാൻ, ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ വരണമേ, അഭിഷേകത്താൽ ജ്വലിപ്പിക്കണമേ, തീഷ്ണതയാൽ ഞങ്ങൾ ഉണർത്തണമേ. കരങ്ങളും ഉയർത്തി ഒന്നിച്ചു വിളിക്കുന്ന ആത്മാവേ, സ്തുതിക്കുന്നു. അങ്ങയുടെ വിശുദ്ധ ദാനങ്ങളുമായി ഞങ്ങളെ സന്ദർശിക്കണമേ. ആത്മാവേ, ഹല്ലേലൂയ. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആലോചനയുടെയും അറിവിന്റെയും ആത്മശക്തിയുടെയും ദൈവഭയത്തിന്റെയും ദൈവഭക്തിയുടെയും ആത്മാവായി പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. കരങ്ങൾ യാചനാപൂർവ്വം തുറന്നു പിടിച്ച് എല്ലാവരും ഒരുമിച്ച് തീഷ്ണതയാൽ ജ്വലിച്ചുകൊണ്ട് ഒന്നിച്ചു പാടുന്നു. ഏലിയായുടെ ദൈവമേ അഗ്നി അയക്കണമേ, എലീശായുടെ ദൈവമേ ശക്തി അയക്കണമേ. ആമേൻ, ആമേൻ. യെസ് ലോർഡ്. എലീശായുടെ ദൈവമേ ശക്തി അയക്കണമേ. ദാനിയേലിൻ ദൈവമേ എന്നെ ഉണർത്തണമേ. ദാനിയേലിൻ ദൈവമേ ആഗ്രഹത്തോടെ പറഞ്ഞേ, ഉണർത്തണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. ആത്മാവേ എന്നിൽ നീ അഗ്നിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ സപ്തദാനങ്ങളാൽ മുദ്ര ചെയ്യണമേ. ഞങ്ങൾ ആത്മീയ മന്ദതകള്, മരവിപ്പുകള്, അലസതകള്, അസ്വതകള് പരിശുദ്ധാത്മാവേ എടുത്തു മാറ്റണമേ. തീഷ്ണതയാ കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി ജ്വലിക്കുന്ന ആത്മാക്കളായി ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഓ
കത്തിപ്പടരണമേ. anointed. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. തീയായി മാറ്റണമേ. തീയായി മാറ്റണമേ. തീയായി മാറ്റണമേ. ആമേൻ. തീയായി മാറ്റണമേ. ആഗ്രഹത്തോടെ തീയായി മാറ്റണമേ. തീയായി മാറ്റണമേ. ഇരു കരങ്ങളും ഉയർത്തി ആത്മാവിന്റെ ശബ്ദദാനങ്ങൾക്കായി ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഒന്നിച്ചൊരൊറ്റ വിളി. യേശുവേ, Holy Spirit, Holy Spirit, Holy Spirit, ഞങ്ങളിലേക്ക് വരണമേ. അങ്ങയുടെ വിശുദ്ധ ദാനങ്ങളുമായി ഞങ്ങളെ സന്ദർശിക്കണമേ. യുഗാന്ത്യ സഭയെ നവീകരിക്കണമേ. സഭയെ ശക്തീകരിക്കണമേ. സഭയെ ഉണർത്തണമേ. ആത്മീയ മന്ദതയുടെ പൈശാചിക പീഡയിൽ നിന്ന് അനേകം ആത്മാക്കളെ വീണ്ടെടുക്കണമേ. ശബ്ദദാനങ്ങളാൽ മുദ്ര ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. തീഷ്ണതയോടെ ഉണർവോടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. പരിശുദ്ധ അമ്മ മാതാവിന്റെ വിമല ഹൃദയത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും, നമ്മുടെ കുടുംബങ്ങൾ, കുഞ്ഞുങ്ങൾ, നിയോഗങ്ങൾ, ആവശ്യങ്ങൾ പ്രത്യേകമായി ആത്മാവിന്റെ വിശുദ്ധ ദാനങ്ങൾക്കായി ആഗ്രഹിച്ചുകൊണ്ട് നമ്മെ പൂർണ്ണമായും അമ്മയുടെ വിമല ഹൃദയം വഴി പരിശുദ്ധ ത്രിത്വത്തിന് പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളും ഏറ്റെടുക്കുവാനായി നമുക്ക് ആഗ്രഹിക്കാം. എല്ലാ ആത്മീയ മന്ദതയും വിട്ടൊഴിഞ്ഞു പോകട്ടെ. കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി ജ്വലിക്കുന്ന ആത്മാക്കളായി, തീഷ്ണതയുള്ള ആത്മാക്കളായി നമ്മളെല്ലാം രൂപപ്പെടുവാൻ നമുക്ക് അമ്മയുടെ കരം പിടിച്ച് ഒന്നിച്ചു പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ആമേൻ. ഒന്നിച്ച് സന്തോഷത്തോടെ പറഞ്ഞ് ആമേൻ. ആമേൻ. നമുക്ക് ശാന്തമായിട്ടിരിക്കാം. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കർത്താവിന് നമ്മോടുള്ള വിശ്വസ്തതയെ പ്രതി നമുക്ക് നന്ദി പറയാം. ആത്മാവിൻ്റെ സപ്തദാനങ്ങളാൽ യുഗാന്ത്യ സഭ ഉണർത്തപ്പെടുവാനും നമ്മുടെ ജീവിതങ്ങൾ ഈ കാലത്തിന് ആവശ്യമായ അഭിഷേക കൃപകളാൽ മുദ്ര ചെയ്യപ്പെടുവാനുമായി സ്വർഗം നമ്മോട് കാണിക്കുന്ന കാരുണ്യമാണ് ഈ ശുശ്രൂഷ. ഹംഗറിയിലുള്ള സിസ്റ്റർ നഥാലിയോയോട് നമ്മുടെ കർത്താവ് പറഞ്ഞു, മനോഹരമായ ഒരു വെളിപ്പെടുത്തലാണ് ഈശോ പറഞ്ഞത്. കർത്താവ് പറഞ്ഞ സന്ദേശം ഇതാണ്: എൻ്റെ മുദ്രയുള്ള ഓരാത്മാവിനെയും ഞാൻ സംരക്ഷിക്കും. എനിക്ക് സ്വന്തമായുള്ളവരെ എൻ്റെ മുദ്ര കൊണ്ട് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവർ ഈ സമരത്തിൽ നഷ്ടപ്പെട്ടു പോവുകയില്ല. ശ്രദ്ധിക്കണമേ, എനിക്ക് സ്വന്തമായുള്ളവരെ എൻ്റെ മുദ്ര കൊണ്ട് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവർ ഈ ഉഗ്ര പോരാട്ടത്തിൻ്റെ നാളുകളിൽ നഷ്ടപ്പെട്ടു പോവുകയില്ല. സിസ്റ്റർ നഥാലിയായിലൂടെ നമ്മുടെ കർത്താവ് നമുക്ക് തന്ന മനോഹരമായ വാഗ്ദാനമാണിത്. കർത്താവിൻ്റെ മുദ്രിതാത്മാക്കൾ, എൻ്റെ മുദ്ര ഞാൻ നിങ്ങളുടെ മേൽ പതിച്ചിരിക്കുന്നു. സാത്താൻ പ്രബലപ്പെട്ടിരിക്കുന്ന ഈ ഒരു സമയത്ത്, ഈ അന്തിമ യുദ്ധത്തിൻ്റെ നാളുകളിൽ എൻ്റെ മുദ്രിതാത്മാക്കൾ നശിച്ചു പോവുകയില്ല, നഷ്ടപ്പെട്ടു പോവുകയില്ല. സ്നേഹത്തോടൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് നമ്മോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമാണ് സഹോദരങ്ങളെ. ദൈവത്തിൻ്റെ സപ്താത്മാക്കളെന്ന ഈ ശുശ്രൂഷ വഴി നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് പ്രത്യേകമായി തൻ്റെ മുദ്രിതാത്മാക്കളുടെ ഗണത്തിലേക്ക് ചേർക്കുകയാണ്. ഇന്ന് പ്രത്യേകമായി ദൈവവചനത്തിൽ നിന്ന് ആത്മാവ് നമുക്ക് നൽകുന്നത് തൻ്റെ സപ്തദാനങ്ങളിൽ വളരെ വിശിഷ്ടമായ ദൈവഭക്തി എന്ന ദാനത്തെക്കുറിച്ചാണ്. യെശയ്യാ പ്രവചനം 11-ാം അധ്യായം 2-3 വചനങ്ങളിൽ
പരിശുദ്ധ വചനം പറയുന്നു, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്, അവൻ ദൈവഭക്തിയിൽ ആനന്ദം കൊള്ളും. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, അവൻ ദൈവഭക്തിയിൽ ആനന്ദം കൊള്ളും. ദൈവഭക്തിയുടെ ആത്മാവ്, പരിശുദ്ധാത്മാവ് ദൈവഭക്തിയുടെ ആത്മാവാണ്. ദൈവഭയവും ദൈവഭക്തിയും എന്ന ധാനങ്ങൾ വളരെ വളരെ ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ദൈവഭയത്തിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ് ഒരുപോലെ നമുക്ക് തോന്നുമെങ്കിലും അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, ദൈവഭക്തിയിൽ സ്നേഹത്തിനാണ് വലിയ പ്രാധാന്യമുള്ളത്. ശ്രദ്ധിക്കണമേ, ദൈവഭക്തി എന്ന് പറയുന്നത് കർത്താവിനോടുള്ള സ്നേഹത്തിൻ്റെ വളർച്ചയാണ്. ദൈവസ്നേഹത്തെ പ്രതി ജ്വലിക്കുന്ന ആത്മാക്കളിൽ ഏറ്റവും ശക്തമായി പ്രകടമാകുന്നത് ദൈവഭക്തി എന്ന ദാനമാണ്. എന്താണ് ദൈവഭക്തി? ദൈവത്തോട് പുത്രപുത്രി സഹജമായ സ്നേഹം മനസ്സിൽ ജനിപ്പിക്കുന്ന ദാനമാണ് ദൈവഭക്തി. നമ്മൾ ശ്രദ്ധിക്കണം. അതെല്ലാ കാര്യങ്ങളിലും ദൈവഹിതത്തിന് മുൻഗണന നൽകാനുള്ള പ്രതിബദ്ധതയാണ്. ഞാൻ എൻ്റെ കർത്താവിൻ്റെ പൊന്നുമകനാണ്, ഞാൻ എൻ്റെ ഈശോയുടെ പൊന്നുമോളാണ്. കർത്താവിൻ്റെ ആ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ആഴപ്പെടുത്തുന്ന അനുഭവമാണ് ദൈവഭക്തി നമുക്ക് പ്രദാനം ചെയ്യുന്നത്. കർത്താവിൻ്റെ സ്നേഹത്തെ പ്രതി ഭ്രാന്ത് പിടിച്ച ആത്മാക്കള്, ദൈവസ്നേഹം ലഹരിയായി തീർന്ന ആത്മാക്കള്, അതായിരുന്നു വിശുദ്ധാത്മാക്കള്, രക്തസാക്ഷികള്, സഭാപിതാക്കന്മാരെല്ലാം ഈ ദാനത്താൽ നിറയപ്പെട്ടവരായിരുന്നു. ദൈവഭക്തിയുടെ ആത്മാവാണ് വിശുദ്ധരിൽ സമൃദ്ധമായി ആവസിച്ചിരുന്നത്. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിനോടുള്ള സ്നേഹം, കർത്താവിൻ്റെ സ്നേഹം നമ്മിൽ ഉജ്ജ്വലിപ്പിക്കുന്ന, നമ്മെ കൂടുതലായി ഉണർത്തുന്ന ദാനമാണ് ദൈവഭക്തി. ആത്മാവ് തന്നെയാണ് ദൈവഭക്തി നമ്മളെ പരിശീലിപ്പിക്കുന്നത്. അത് മാനുഷികമായ പരിശീലനം കൊണ്ട് ഒരു വ്യക്തിക്ക് കിട്ടുന്നതല്ല. പരിശുദ്ധാത്മാവാണ് ഈ ശ്രേഷ്ഠമായ ദാനം നമ്മിലേക്ക് പകരുന്നത്. പ്രത്യേകമായി ഈ യുഗാന്ത്യ നാളുകളിൽ ഈ കാലത്തിൻ്റെ പ്രാധാന്യം സ്വർഗത്തിന് നല്ലതുപോലെ അറിയാം. ഈ നാളുകളിലായിരിക്കുന്ന തൻ്റെ ജനം, താൻ തെരഞ്ഞെടുക്കപ്പെട്ടവര്, തൻ്റെ മുദ്രിത ആത്മാക്കള് ഈ വിശുദ്ധ ദാനത്താൽ പൂരിതമാകണമെന്ന് ആത്മാവ് ഒത്തിരിയേറെ ആഗ്രഹിക്കുന്നുണ്ട്. 34-ാം സങ്കീർത്തനം 11-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു, മക്കളെ ഞാൻ പറയുന്നത് കേൾക്കുവിൻ, ഞാൻ പറയുന്നത് കേൾക്കുവിൻ. ദൈവഭക്തി ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കാം. ദൈവഭക്തി ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കാം. നമ്മുടെ അമ്മ മാതാവ് ഫാദർ ഷഫാനോ ഗോപിയിലൂടെ ഇപ്രകാരം പറഞ്ഞു. അമ്മ എന്താണ് പറഞ്ഞത്? ഈ കാലഘട്ടത്തിൽ ആത്മാവിൻ്റെ സപ്തദാനങ്ങളാൽ യുഗാന്ത്യ സഭയ്ക്ക് സ്വർഗം നൽകുന്ന ആ നവമായ പെന്തക്കോസ്തയെക്കുറിച്ച്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ യുഗാന്ത്യ സഭയിൽ ശക്തമാകുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ, ആത്മാവിൻ്റെ കൃപാദാനങ്ങൾ ധാരാളമായി വെളിപ്പെടുകയാണ്. എന്താണ് അമ്മ മാതാവ് നൽകിയ പ്രവചന സന്ദേശം? തിരുസഭ പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ ദിവ്യ അഗ്നിക്ക് പൂർണ്ണമായും, ആത്മാവിൻ്റെ കൃപാദാനങ്ങൾക്ക് പൂർണ്ണമായി തുറക്കപ്പെടണം. അങ്ങനെ എൻ്റെ പുത്രൻ്റെ മഹത്വപൂർണമായ ദ്വിതീയ ദാനത്തിൻ്റെ ഒരുക്കമായി അവിടുത്തെ ഒരു പുതിയ പെന്തക്കോസ്തയുടെ തേജസ് സ്വീകരിക്കാൻ സഭ സന്നദ്ധമായി നിൽക്കണം. തിരുസഭ പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെട്ട്, സഭ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ജനമാണ്. ഈ നാളുകളിൽ ആത്മാവിൻ്റെ സപ്തദാനങ്ങൾക്കായി നാം നമ്മെ തന്നെ ശുദ്ധീകരിച്ച്, നമ്മുടെ കുടുംബങ്ങളെ ശുദ്ധീകരിച്ച്, സഭയിലും ഈ ശുദ്ധീകരണത്തിൻ്റെ പ്രക്രിയ പരിശുദ്ധാത്മാവ് ചെയ്തുകൊണ്ടിരിക്കുക.
ഇന്ന് സഭ നേരിടുന്ന ഈ പ്രതിസന്ധികളും വേദനകളും നൊമ്പരങ്ങളും പീഡനങ്ങളെല്ലാം ഈ ശുദ്ധീകരണത്തിൻ്റെ അടയാളങ്ങളാണ്. ഈ ശുദ്ധീകരണത്തിലൂടെ എന്താണ് ആത്മാവ് ചെയ്യുന്നത്? ഒരു നവമായ പെന്തക്കോസ്ത, സഭയുടെ ആത്മമണവാളനായ കർത്താവായ യേശുവിൻ്റെ പ്രത്യാഗമനത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു പുതിയ പെന്തക്കോസ്ത സഭയ്ക്ക് പരിശുദ്ധാത്മാവ് സമ്മാനിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മളായിരിക്കുന്ന ഈ നാളുകളിൽ ഈ സപ്തദാനങ്ങളുടെ അത്യാവശ്യകതയും പ്രാധാന്യവുമാണ്. ഈ വിശുദ്ധ ദാനങ്ങളില്ലാതെ ഈ നാളുകളിൽ നമുക്ക് വിശ്വാസത്തിലും കൃപയിലും നിലനിൽക്കുവാനും അത് ജീവിക്കുവാനും സാധിക്കുകയില്ല. ദൈവഭക്തി നമുക്ക് പ്രദാനം ചെയ്യുന്നത് ദൈവസ്നേഹത്തെ പ്രതിയുള്ള എരിവാണ്, തീഷ്ണതയാണ്. പൗലോസിലേക്ക് ഇപ്രകാരം സഭയെ പഠിപ്പിക്കുന്നുണ്ട്. റോമാ സഭയ്ക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 35-ാമത്തെ വചനം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപ്പെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? 38-39 വചനങ്ങളിൽ സ്ലീഹ പറയുകയാണ്, എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റെന്തെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപ്പെടുത്താൻ കഴിയുകയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എത്ര ശക്തമായൊരു വചനമാണ് അപ്പോസ്തലനായ പൗലോസിലൂടെ ആത്മാവ് നമുക്ക് തരുന്നത്. ദൈവഭക്തി എന്ന ദാനത്താൽ നമ്മൾ പൂരിതരാകുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് ലഭിക്കുന്ന ശ്രേഷ്ഠമായ അനുഭവമാണിത്. ഈ ദാനം നമ്മിൽ പ്രവർത്തിക്കാത്തത് കൊണ്ട് കർത്താവിനോടുള്ള സ്നേഹം നമുക്കിന്ന് വറ്റിപ്പോയത്. ആത്മീയ സ്നേഹത്തിൽ നമുക്ക് ശുഷ്കത വരുന്നത്, ദൈവസ്നേഹത്തെ പ്രതിയുള്ള എരിവും ജ്വലനവും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് ദൈവഭക്തി എന്ന ദാനത്തിൻ്റെ അഭാവമാണെന്ന് ആത്മാവ് നമ്മെ അറിയിക്കുകയാണ്. പൗലോസിലേക്ക് പറയാം, ആർക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന്, കർത്താവിനോടുള്ള ആ സ്നേഹത്തിൽ നിന്ന് ആർക്ക് നമ്മെ വേർപ്പെടുത്താൻ പറ്റും? മരണത്തിനോ, നഗ്നതയ്ക്കോ, ജയിലറയ്ക്കോ, ഈർച്ചവാളിനോ, സഹനത്തിനോ, കഷ്ടതയ്ക്കോ, വേദനയ്ക്കോ, ഉയരത്തിനോ, ആഴത്തിനോ, ദൂതന്മാർക്ക് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ ഒന്നിനും കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപ്പെടുത്താൻ പറ്റുകയില്ല. എൻ്റെ സഹോദരങ്ങളെ, ദൈവസ്നേഹത്തെ പ്രതിയുള്ള നഷ്ടപ്പെടലുകള്, അതിൽ ആനന്ദമുള്ളവരാണ് ദൈവഭക്തി എന്ന ആത്മാവിനാൽ നിറയപ്പെട്ടവര്. ദൈവഭക്തി നമുക്ക് പ്രദാനം ചെയ്യുന്നത് എന്താ? കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി എല്ലാം നഷ്ടപ്പെടുത്തുവാനുള്ള തീഷ്ണതയാണ്. കർത്താവിനെ പ്രതിയുള്ള നഷ്ടങ്ങളല്ല, വലിയ ലാഭങ്ങളാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് നൽകുന്നത് ദൈവഭക്തി എന്ന ദാനമാണ്. എത്ര വിശിഷ്ടമായ ദാനമാണ്, പ്രത്യേകിച്ച് ഈ യുഗാന്ത്യ നാളുകളിൽ. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിന് വേണ്ടി ജീവിതം ചെലവഴിക്കുന്നതും ആത്മീയ കാര്യങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്നതും മണ്ടത്തരമായി, ഭോഷത്തരമായി കാണുന്ന ഈ ഒരു തലമുറയിൽ എത്ര ആവശ്യമുള്ളതാണ് ദൈവഭക്തി എന്ന ദാനം. നമ്മുടെ കർത്താവ് പഠിപ്പിച്ചില്ലേ? മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 39-ാം വചനത്തിൽ ഈശോ പറഞ്ഞ വളരെ ശ്രേഷ്ഠമായൊരു വചനമാണത്. സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും, എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും. സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്ത് നഷ്ടപ്പെടുത്തും? നിത്യജീവൻ നഷ്ടപ്പെടുത്തും. എന്നെ പ്രതി, ആ വചനം ശ്രദ്ധിച്ച് നിങ്ങൾ, ഈശോ പറയാണ് എന്നെ പ്രതി. എല്ലാവരും ഒന്നിച്ച് പറഞ്ഞേ, എന്നെ പ്രതി. അല്പം ഉച്ചത്തിൽ പറഞ്ഞേ, എന്നെ പ്രതി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം. കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതിയുള്ള നഷ്ടപ്പെടലുകള് നമ്മുടെ സമയം നഷ്ടപ്പെടുത്തുന്നു. ഈ രാത്രി സമയം ദൈവസന്നിധിയിൽ ഈ സപ്തദാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ ഒരു നഷ്ടപ്പെടലുണ്ട്.
ഈ സമയം നമ്മൾ വിശ്രമിക്കാനുള്ള സമയമാണ്. അത്തോടൊക്കെ കഴിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ കിടന്നുറങ്ങേണ്ട സമയത്താണ് ദൈവസന്നിധിയിൽ ഇരുന്ന് ഈ ആത്മീയമായ പൊരുളുകൾ നമ്മൾ ഗ്രഹിക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, ഇത് കർത്താവിനെ പ്രതിയുള്ള നഷ്ടപ്പെടല. നമ്മുടെ സമയം നഷ്ടപ്പെടുത്തുന്നു, ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ആരോഗ്യം നഷ്ടപ്പെടുത്തുന്നു, നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിൻ്റെ സുഖങ്ങൾ, ഈ ലോകത്തിൻ്റെ സുഖഭോഗങ്ങൾ, നമുക്ക് ഈ സുഖഭോഗങ്ങൾ അനുഭവിക്കുവാനുള്ള പ്രാപ്തിയില്ലാഞ്ഞിട്ടല്ല, അതിന് ശാരീരികമായി ശേഷിയില്ലാഞ്ഞിട്ടാണോ നമ്മൾ മദ്യപിക്കാത്തത്, ലൈംഗികമായ അരാജകത്വങ്ങളിൽ വ്യാപരിക്കാത്തത്? നമുക്കതിന് കഴിവില്ലാഞ്ഞിട്ടല്ല, ഈശോയോടുള്ള സ്നേഹത്തെ പ്രതിയാണ്, കർത്താവിനെ പ്രതിയാണ്, അവിടുത്തെ പരിശുദ്ധമായ വചനത്തെ പ്രതിയാണ്. സഹോദരങ്ങളെ, എന്നെ പ്രതി കർത്താവിന്റെ വചനം നമ്മൾ ശ്രദ്ധിക്കണം. ദൈവഭക്തി എന്ന ദാനത്തിൽ പൂരിതരായ ആത്മാക്കൾക്ക് മാത്രമേ ഈ ഒരു അഭിഷേകത്തിൽ ജീവിക്കാൻ പറ്റുകയുള്ളൂ. കർത്താവിനെ പ്രതി, അവിടുത്തെ സ്നേഹത്തെ പ്രതി എന്തും ത്യജിക്കുവാൻ, സ്വന്തം ജീവൻ പോലും അത് തെളിയിച്ചവരാണ് രക്തസാക്ഷികള്. തങ്ങളുടെ ജീവൻ പോലും നഷ്ടപ്പെടുത്തി കർത്താവിനോടുള്ള തങ്ങളുടെ സ്നേഹത്തെ അവർ വെളിപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നമുക്ക് ഈ പ്രാപ്തി തരുന്നത് ദൈവഭക്തിയുടെ ആത്മാവാണ്. എത്ര വിലപ്പെട്ട ദാനമാണ്. ഞാൻ ഈ ദാനത്തെക്കുറിച്ച് ചിന്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം എൻ്റെ ആത്മാവിൽ ബോധ്യപ്പെട്ടു. ദൈവമേ, എത്ര വിശിഷ്ടമായ ദാനമാണ് ദൈവഭക്തി. നമ്മളിത് മനസ്സിലാക്കണം. കർത്താവിനെ പ്രതി, അവിടത്തോടുള്ള സ്നേഹത്തെ പ്രതി എല്ലാം ലോകത്തെ നഷ്ടപ്പെടുത്തുക, സുഖങ്ങൾ നഷ്ടപ്പെടുത്തുക, അതാണ് ഏറ്റവും വലിയ ലാഭമെന്ന് നമ്മെ അറിയിക്കുന്നത് ദൈവഭക്തിയാണ്. വിശുദ്ധരായത് ഈ ശ്രേഷ്ഠമായ ദാനത്താലാണ്. നമുക്കറിയാം, അസീസിൽ വെച്ച ഫ്രാൻസിസ് സഭയിൽ 2ാം ക്രിസ്തു എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. ഒരു കോടീശ്വര പുത്രനായിരുന്നു. കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി കത്തി ജ്വലിച്ചൊരു വിശുദ്ധാത്മാവായിരുന്നു അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് പിതാവ്. എല്ലാം നഷ്ടപ്പെടുത്തി. പിതാവ് തനിക്കായി കരുതി വെച്ച സമ്പാദ്യങ്ങള്, സമ്പത്തുകള്, ആർഭാടങ്ങൾ, ആഘോഷങ്ങള്, അവനെ സ്വന്തമായി അനുഭവിക്കാൻ അർഹതയുണ്ടായിരുന്ന എല്ലാ സുഖങ്ങളും, ശ്രദ്ധിക്കണമേ, എല്ലാ സുഖങ്ങളും ദൈവസ്നേഹത്തെ പ്രതി, കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് പിതാവ് ഉപേക്ഷിക്കുകയാ. അതിനെ അസീസിയിലെ ഫ്രാൻസിസിനെ പ്രാപ്തനാക്കിയത് ദൈവഭക്തി എന്ന ദാനമാണ്. ദൈവഭക്തിയുടെ ആത്മാവാണ്. നമ്മൾ അറിഞ്ഞും അറിയാതെയും ഈ ആത്മാവ് നമ്മിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ അല്പമായിട്ടെങ്കിലും വില കൊടുക്കുവാൻ, ഈശോയെ സ്നേഹിക്കുവാൻ, ഈശോയ്ക്ക് വേണ്ടി ചില സഹനങ്ങൾ ഏറ്റെടുക്കുവാൻ, ക്ലേശങ്ങൾ സ്വീകരിക്കുവാൻ, കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി ചിലത് നഷ്ടപ്പെടുത്തി കളയുവാൻ നമുക്ക് സാധിക്കുന്നത് നമ്മുടെ കഴിവ് കൊണ്ടല്ല, ദൈവഭക്തി എന്ന ദാനത്തിലൂടെ ആത്മാവ് നമുക്കത് പ്രദാനം ചെയ്യുകയാണ്. ഹല്ലേലൂയ. കരമടിച്ച് കർത്താവിനെ സ്തുതിക്കുന്നു. സഹോദരങ്ങളെ, നിങ്ങൾ അസീസിൽ ഫ്രാൻസിസ് പിതാവിന്റെ ആ കൊച്ചു വീഡിയോ നിങ്ങൾ കണ്ടേ? എത്ര അത്ഭുതകരമാണ്. കണ്ടു, ഒരു മാടമ്പി പുത്രനായിരുന്നു. എല്ലാ സുഖങ്ങളും, എല്ലാ വിധത്തിലുള്ള ഈ ലോകത്തിന്റെ എല്ലാ ആർഭാടങ്ങളും ആ ചെറുപ്പക്കാരനുണ്ടായിരുന്നു. എന്നാൽ കർത്താവിന്റെ സ്നേഹം ജീവിതത്തിൽ തീ പോലെ കത്തിയപ്പോൾ, കർത്താവിന്റെ സ്നേഹത്താൽ നിറഞ്ഞപ്പോൾ കണ്ടു, കുഷ്ഠരോഗികൾ, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുന്നു, കുഷ്ഠരോഗികളെ സ്നേഹിക്കുന്നു, കർത്താവിന്റെ കുരിശ് പുൽകുന്നു. സഹോദരങ്ങളെ, എല്ലാ സുഖഭോഗങ്ങളും വിട്ടുകളഞ്ഞ്, കണ്ടു, തന്റെ അപ്പന്റെ വസ്ത്രം പോലും വിട്ടുപേക്ഷിച്ച് എല്ലാം നഷ്ടപ്പെടുത്തുകയാണ്. കർത്താവിനെ പ്രതി എല്ലാം നഷ്ടപ്പെടുത്തുകയാണ്. ഈശോ, ഇതല്ലേ ദൈവഭക്തിയുടെ ആത്മാവ്? എത്ര വിശിഷ്ടമായ ദാനമാണ്. അജനായ പോലും ശാന്തനായി ദൈവസ്നേഹത്തിന്റെ പ്രസരണം, ദൈവസ്നേഹത്തിന്റെ കവിഞ്ഞൊഴുക്ക്
ആ ചെന്നായിരിക്കും ഉണ്ടാവുകയാണ്. ഈശോ ഈശോ ഈശോ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. എന്റെ സഹോദരങ്ങളെ, ദൈവ സ്നേഹത്തെ പ്രതി ഭ്രാന്ത് പിടിച്ച ഒരു ആത്മാവിനെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അസീസിയിൽ ഫ്രാൻസിസ് പിതാവ് തനിക്ക് അർഹതപ്പെട്ട എല്ലാ സുഖഭോഗങ്ങളും കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി ഈ ലോകത്തിൽ എന്തെങ്കിലും ലഭിക്കുമെന്ന് ആഗ്രഹിച്ചുകൊണ്ടല്ല, തന്നെ വീണ്ടെടുത്ത് രക്ഷിച്ച തൻ്റെ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ഈ ഉപേക്ഷ, ഈ നഷ്ടമെല്ലാം അദ്ദേഹം സ്വീകരിച്ചത്. ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ നിറയുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ തീയാകും, തീ പിടിച്ച ആത്മാക്കളായി മാറും. നമുക്കിന്ന് വേണ്ടത് ഈ അനുഭവമാണ്. അതുകൊണ്ട് പൗലോസ്ലീഹ പറഞ്ഞത്, ഫിലിപ്പി സഭയ്ക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 8-ാമത്തെ വചനത്തിൽ സെന്റ് പോൾ പറയുകയാണ്, കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലപ്പെട്ടതാകയാൽ സർവവും നഷ്ടമായി ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ, ശ്രദ്ധിക്കണമേ നിങ്ങൾ ആ വാക്കുകൾ, ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. എല്ലാം നഷ്ടപ്പെടുത്തുന്ന സ്നേഹം ഇത് ലോകത്തിന് മനസ്സിലാവുകയില്ല പ്രിയപ്പെട്ടവരെ. ലോകം പറയും ഇത് ഭോഷത്വമാണ്, ഇത് ഭ്രാന്താണ്, അവർക്ക് വട്ടുപിടിച്ചിരിക്കുകയാണ്, അവർ ഈ കാലഘട്ടത്തിന് ചേർന്നവരല്ല, ലോകം നമ്മളെ പഴിക്കും. ലോകത്തിന് ഈ സ്നേഹം മനസ്സിലാക്കാൻ പറ്റുകയില്ല. പൗലോസ് പറയുന്നുണ്ട്, ദൈവത്തിന്റെ ദാനങ്ങൾ ലോകത്തിന് മനസ്സിലാവുകയില്ല, പരിശുദ്ധാത്മാവിന്റെ സപ്തദാനങ്ങൾ ലോകത്തിന് ഉൾക്കൊള്ളാൻ പറ്റുകയില്ല. രക്തസാക്ഷികൾക്ക് രക്തം ചിന്തി മരിക്കുവാനുള്ള ആ സ്നേഹത്തിന്റെ തീവ്രത കൊടുത്തത് ദൈവഭക്തി എന്ന ദാനമാ. അവർക്കതിനുള്ള പ്രാപ്തിയും കരുത്തും നൽകിയത് ശക്തിയുടെ ആത്മാവാണ്. എല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റൊരു വിശുദ്ധ അസീസിയിലെ വിശുദ്ധ ക്ലാരയാണ്. നല്ല സുന്ദരിയായൊരു പെൺകുട്ടി. ഈശോയോടുള്ള സ്നേഹം ഉള്ളിലങ്ങം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവളെല്ലാം ത്യജിക്കുകയാണ്. തൻ്റെ ആ സുന്ദരമായ ഭംഗിയുള്ള ആ മുടി അവൾ കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി മുറിച്ചു കളയുകയാണ്. അവൾ സമർപ്പിത ജീവിതത്തിലേക്ക് വരികയാണ്. തൻ്റെ ജീവിതം പൂർണ്ണമായും ഈശോയ്ക്കായി സമർപ്പിക്കുകയാണ്. ജീവിക്കാൻ വഴിയില്ലാഞ്ഞതുകൊണ്ടല്ല, വേറെ നിവൃത്തികേട് കൊണ്ടല്ല, ഈ ലോകത്തിൽ മറ്റ് സംവിധാനങ്ങൾ അവൾക്ക് ലഭിക്കാഞ്ഞിട്ടല്ല, ഒരൊറ്റ കാരണം കൊണ്ട്, ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി തൻ്റെ ആത്മമണവാളനായി താൻ സ്വന്തമാക്കിയ തൻ്റെ കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ആ ശുദ്ധാത്മാവ് വിശുദ്ധ ക്ലാര തൻ്റെ ജീവിതത്തെ ഈശോയ്ക്ക് സമർപ്പിച്ചത്. ആ രംഗം നിങ്ങൾ കണ്ടേ? അവൾ പ്രാർത്ഥിക്കുകയാണ്. ആ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് അവൾ വരുന്ന സമയം തൻ്റെ വളരെ ഭംഗിയുള്ള ആകർഷണീയമായ ആ മുടി അവൾ മുറിക്കുകയാണ്. ഈ കാലഘട്ടത്തിലെ യുവമക്കൾക്കും ടീനേജേഴ്സിനും ഇതാ ക്ലാര വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഈശോ 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 കർത്താവേ സ്തുതിക്കുന്നു, കർത്താവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. അവരുടെ മുടി മുറിച്ച് അത്ഭുതപ്പെട്ടു പോയി. അവരൊക്കെ അവളുടെ പിതാവ് അത്ഭുതപ്പെട്ടു പോയി. അവളുടെ സ്നേഹം, സന്തോഷം മുഖത്ത് നോക്കി നിങ്ങൾ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, കർത്താവിനോടുള്ള സ്നേഹം തീ പോലെ ഹൃദയത്തിൽ അങ്ങ് കത്തിയപ്പോൾ ഭ്രാന്ത് പിടിച്ചവളായി മാറി. ശരിക്കും വട്ടുപിടിച്ചവളായിട്ട് ക്ലാര മാറുകയാണ്. അതുകൊണ്ട് നമ്മുടെ അമ്മ മാതാവ് ഗർഭന്താളിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ യുഗാന്ത്യ സഭയ്ക്ക് ഈശോയെ സ്നേഹിക്കുന്ന അമ്മയുടെ പൊന്നോമന മക്കൾക്ക് അമ്മ നൽകിയൊരു പ്രവചന സന്ദേശമുണ്ട്. ബ്ലെസ്ഡ് ആർ ദ ക്രൈസി ഓഫ് ദ ലോർഡ്. കർത്താവിന്റെ ഭ്രാന്തന്മാർ അനുഗ്രഹീതരാണ്.
കർത്താവിന്റെ ഭ്രാന്തന്മാർ അനുഗ്രഹീതരാണ്. ദൈവ സ്നേഹത്തെ പ്രതി ഭ്രാന്ത് പിടിച്ച ആത്മാക്കളെയാണ് യുഗാന്ത്യ സഭയ്ക്ക് ആവശ്യം. അവരിലൂടെയാണ് പരിശുദ്ധ ത്രിത്വം സഭയെ ശക്തീകരിക്കുന്നത്, സഭയെ പടുത്തുയർത്തുന്നത്, സഭയെ നവീകരിക്കുന്നത്. എൻ്റെ സഹോദരങ്ങൾ, നമ്മളിത് മനസ്സിലാക്കണം. ഈ ദാനം നിറയപ്പെട്ട് ജീവിക്കുന്ന ഒരു ആത്മാവിന് മാത്രമേ ഫിലിപ്പി 1:20 പറയാൻ പറ്റുകയുള്ളൂ. പൗലോസ്ലീഹ ഫിലിപ്പി സഭയ്ക്ക് ഇത് ലേഖനം 1:21, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. ഇത് ആർക്കാണ് പറയാൻ പറ്റുന്നത്? ദൈവസ്നേഹം ജീവിതമായവർക്കാണ്. ജീവിതം ക്രിസ്തുവായിട്ടുള്ളവർക്കാണ് മരണം നേട്ടമാകുന്നത്. അല്ലാത്തവർക്ക് അത് വളരെ ഭയാജനകമായ, വളരെ ഭയപ്പാടുള്ളൊരു കാര്യമാണ്. പരിശുദ്ധ അമ്മ മാതാവ് ഫാദർ സ്റ്റെഫാനോ ഗോപിയിലൂടെ ഈ യുഗാന്ത്യ നാളുകളെ നോക്കിക്കൊണ്ട്, ഈ കാലഘട്ടത്തെ നോക്കി വളരെ വേദനയോടെ നമ്മുടെ അമ്മ പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ? ദൈവസ്നേഹത്തിൽ ശുഷ്കമായി പോയ, ദൈവസ്നേഹം നഷ്ടപ്പെട്ടു പോയ, പ്രത്യേകിച്ച് കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഹൃദയത്തിൽ ഇന്ന് ആ സ്നേഹം തണുത്തുറഞ്ഞു പോയിരിക്കുന്നു. ദൈവസ്നേഹത്തിൽ നിന്ന് അനേകം ആത്മാക്കൾ അകറ്റപ്പെട്ടിരിക്കുന്നു. അമ്മ മാതാവ് വേദനയോടുകൂടി പറയുകയാണ്, പ്രിയ മക്കളെ, നിങ്ങൾ എൻ്റെ ദുഃഖത്തെ എന്നോടൊപ്പം പങ്കുവെക്കുവിൻ. ഞാൻ നിങ്ങളുടെ ദുഃഖിതയായ അമ്മയാകുന്നു. എൻ്റെ വിമല ഹൃദയം വേദനിക്കുന്ന നിരവധി മുള്ളുകളാൽ പിളർക്കപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധ അമ്മ മാതാവ് ഈ കാലഘട്ടത്തെ നോക്കി, യുഗാന്ത്യ സഭയെ നോക്കി, തെരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കളിൽ നഷ്ടപ്പെട്ടു പോയ ദൈവസ്നേഹത്തെ പ്രതി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കേണ്ട കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതിയുള്ള ഒരു ജ്വലനമുണ്ട്. ആ ജ്വലനം നഷ്ടപ്പെട്ട് നമ്മൾ ഒരു ആത്മീയ മന്ദതയിലാണിന്ന്, ഒരു നിസ്സംഗതയിൽ നമ്മൾ അടിമപ്പെട്ടിരിക്കുന്നു. അമ്മ പറയുകയാണ്, നിങ്ങളുടെ അമ്മ വളരെ ദുഃഖിതയാണ്. എൻ്റെ വിമല ഹൃദയത്തെ പിളർക്കുന്ന അനേകം മുള്ളുകളാൽ എൻ്റെ ഹൃദയം തകർക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഇത് സ്വർഗത്തിൻ്റെ വേദനയാണ്. യുഗാന്ത്യ സഭയോട് കർത്താവ് പറഞ്ഞ അടയാളം എന്താണ്? യുഗാന്ത്യ സഭയ്ക്ക് ഈശോ തന്ന ശക്തമായൊരു അടയാളമുണ്ട്. ആ ഒരു കാലത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 12-ാമത്തെ തിരുവചനമാണ്. അധർമ്മം വർദ്ധിക്കുന്നതിനാൽ, പാപം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തുപോകും. സ്നേഹം തണുത്തുപോകും. ഇത് യുഗാന്ത്യ സഭയ്ക്കുള്ള ശക്തമായ ആത്മാവിന്റെ അടയാളമാണ്. പാപം വർദ്ധിക്കുന്നതിനാൽ അനേകരുടെ സ്നേഹം തണുത്തുപോകും. ശ്രദ്ധിക്കണമേ, മനുഷ്യ ഹൃദയങ്ങളിലുള്ള സ്നേഹം, കർത്താവിനോടുള്ള സ്നേഹം തണുത്തുപോകുന്നു. പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, മടി, അലസത, അനാസ്ഥ, ദൈവാരാധനയില്ല, പരിശുദ്ധ കുദാശകളില്ല. സഹോദരങ്ങളെ, ദൈവവചന വായനയും ധ്യാനവുമില്ല, ആത്മീയത ഇഷ്ടമില്ലാത്ത, പ്രാർത്ഥന അനുഭവം നഷ്ടപ്പെട്ടു പോയ, നമ്മൾ ശ്രദ്ധിച്ച് സ്നേഹം തണുത്തുപോയി. തെരഞ്ഞെടുക്കപ്പെട്ട അനേകം ആത്മാക്കൾ, പല വന്യവൈദികരും, പല സമർപ്പിതരും, ആത്മായ പ്രേക്ഷിതരൊക്കെ, നമ്മളെല്ലാം ഈ ഗണത്തിൽ പെട്ടവരാണ്. സ്നേഹം തണുത്തുപോയൊരവസ്ഥ. വീണ്ടും അപ്പോസ്തലനായ പൗലോസിലൂടെ യുഗാന്ത്യ സഭയ്ക്ക് സ്വർഗം തന്ന മറ്റൊരു അടയാളമാണ് തിമോത്തിയോസിനെതിരെ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 4-5 വചനങ്ങൾ. ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം സുഖഭോഗങ്ങളിൽ ആസക്തിയുള്ള മനുഷ്യർ. കാലം അതിന് അന്ത്യത്തിലേക്ക് ചെല്ലുമ്പോൾ, യുഗാന്ത്യ നാളുകളിൽ, യുഗാന്ത്യ സഭയിൽ ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം സുഖഭോഗങ്ങളിൽ കണ്ടു. സ്നേഹിക്കുന്നതിന് പകരം സ്നേഹം നഷ്ടപ്പെട്ടു പോയ ആത്മാക്കള്, കർത്താവിനോടുള്ള സ്നേഹം തണുത്തുപോയ ആത്മാക്കള്, പരസ്പരമുള്ള സ്നേഹം അത് മറ്റൊരു തലത്തിൽ, പകരം സുഖഭോഗങ്ങളിൽ ആസക്തിയുള്ള മനുഷ്യരെ.
5-ാം വചനം പഠിപ്പിക്കുകയാണ്, അവർ ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തി അതിൻ്റെ ചൈതന്യത്തെ നിഷേധിക്കും. ദൈവഭക്തി എന്ന ദാനം നഷ്ടപ്പെട്ടു പോയവരെ, ദൈവഭക്തി എന്ന ആത്മാവ് അനേകരിൽ നിന്ന് വിട്ടുപോവുകയാണ്. പരിശുദ്ധ വചനം പറയുന്നു, അവർ ഭക്തിയുടെ യഥാർത്ഥ ചൈതന്യത്തിൽ ജീവിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സ്നേഹം നഷ്ടപ്പെട്ടു പോയ ആത്മാക്കൾ. ആരോട്? ദൈവമായ കർത്താവിനോട്. എൻ്റെ സഹോദരങ്ങളെ, വിശുദ്ധ മരിയ ഫൗസ്റ്റീന കണ്ടൊരു ദർശനമുണ്ട്. ഈശോ കാണിച്ചു കൊടുത്ത ദർശനമാണ്. ആ ദർശനത്തിൽ കുറച്ചു പേര് കർത്താവിനെ ഇങ്ങനെ ശക്തമായി അടിക്കുകയാണ്. വേദന കൊണ്ട് കർത്താവ് കിടന്ന് പെടയുക കർത്താവ്. ശക്തമായ അടികളാണ് അവർ കർത്താവിനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മരിയ ഫൗസ്റ്റീന വളരെ ദുഃഖിതയായി. അവൾ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവൾക്കൊരു കാര്യം മനസ്സിലായി. കർത്താവിന് ഇതുപോലെ പ്രഹരിക്കുന്നത് മറ്റാരുമല്ല, കർത്താവ് തെരഞ്ഞെടുത്തവരാണ്. കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഈ വിധം കർത്താവിനെ പ്രഹരിക്കുന്നത്. ഈ പ്രഹരം, പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്നേഹശൂന്യതയാണ്. ഓ ജീസസ്! കർത്താവിനോട് നമ്മൾ കാണിക്കേണ്ട ഒരു സ്നേഹത്തിൻ്റെ എക്സ്പ്രഷൻ, പ്രദർശനമുണ്ട്, പ്രകടനമുണ്ട്, നമുക്ക് നഷ്ടപ്പെട്ടു പോയി. പകരം ലൗകികത്വവും ജഡീകവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഈശോ വേദനയോടെ മരിയ ഫൗസ്റ്റീനയോട് പറഞ്ഞു, മകളെ, അവർ എന്നോട് ചെയ്യുന്നത് നീ കണ്ടില്ലേ? ഇന്ന് സ്വർഗത്തിന്റെ വേദന ദൈവസ്നേഹം നഷ്ടപ്പെട്ടു പോയ ആത്മാക്കളെ പ്രതിയാണ്. നമ്മുടെ കർത്താവ് ഇന്ന് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 38-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു, അവൻ അവരോട് പറഞ്ഞു, തീവ്ര ദുഃഖത്താൽ ഞാൻ മരണത്തോളം എത്തിയിരിക്കുന്നു, നിങ്ങൾ എന്നോടൊത്ത് ഉണർന്നിരിക്കുക. തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ സ്നേഹശൂന്യത കണ്ട് കർത്താവ് ഇന്ന് മരണതുല്യമായ വേദന അനുഭവിക്കുകയാണ്. ആ ഹൃദയം നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ സഹോദരങ്ങളെ? നമ്മുടെ കർത്താവിൻ്റെ ഹൃദയം നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നമ്മോടുള്ള സ്നേഹത്തെ പ്രതി കത്തിജ്വലിച്ച ഹൃദയം, അവസാനത്തുള്ളി രക്തവും വെള്ളവും നമുക്കായി ഊറ്റിത്തന്ന ഈശോയുടെ പരിശുദ്ധമായ സ്നേഹം, ആ സ്നേഹത്താൽ നിറയപ്പെടേണ്ട ഞാനും നിങ്ങളും ആ സ്നേഹം നഷ്ടപ്പെടുത്തി ജീവിക്കുമ്പോൾ, ആ സ്നേഹം തിരിച്ചറിയാതെ കർത്താവിനെ നമ്മൾ വേദനിപ്പിക്കുമ്പോൾ, തീവ്രമായ ദുഃഖത്താൽ ഈശോ സങ്കടപ്പെടുകയാണ്. ഈശോ ഇന്ന് വേദനിക്കുകയാണ്. നിങ്ങൾ എന്നോടൊപ്പം ഉണർന്നിരിക്കുക. ശിലുക്കാട് സുവിശേഷം 19-ാം അധ്യായം 41-ാം വചനത്തിൽ ജെറുസലേം പട്ടണത്തെ കണ്ടപ്പോൾ അതിനെക്കുറിച്ച് വിലപിക്കുകയാണ്. കർത്താവ് പറഞ്ഞു, ജെറുസലേം, ജെറുസലേം. ആ പട്ടണത്തെ നോക്കി കർത്താവ് കരയുകയാണ്. ഇന്ന് തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ നോക്കി കർത്താവ് വേദനയോടെ കരയുകയാണ്. എൻ്റെ മകനെ, എൻ്റെ മകളെ, നീ എന്തുകൊണ്ട് സ്നേഹം നഷ്ടപ്പെടുത്തി? എന്നെ സ്നേഹിക്കുവാനായി വിളിക്കപ്പെട്ടവനല്ലേ നീ, വിളിക്കപ്പെട്ടവളല്ലേ നീ? എൻ്റെ സ്നേഹത്തിൽ വസിക്കുവാൻ വേണ്ടി ഞാൻ നിന്നെ തെരഞ്ഞെടുത്തതല്ലേ? എന്തുകൊണ്ട് നീ വഴിമാറി നടക്കുന്നു? എന്തുകൊണ്ട് നീ എന്നോട് നന്ദി കേട് കാണിക്കുന്നു? കർത്താവിന്റെ വേദന മനസ്സിലാക്കുക സഹോദരങ്ങളെ. അവൻ വിലപിച്ചുകൊണ്ട് പറഞ്ഞു. ഇന്ന് നമ്മെ നോക്കിയ കർത്താവ് കരയുന്നത്. സ്വർഗത്തിന്റെ വേദന ഇതാണ്. പരിശുദ്ധ അമ്മ മാതാവ് അനേകം ഇടങ്ങളിൽ രക്തക്കണ്ണുനീരൊഴുക്കി അമ്മ ഇന്ന് കരയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സ്നേഹശൂന്യതയെ പ്രതിയാണ്. സ്നേഹിക്കാൻ വിളിക്കപ്പെട്ടവരെ, സ്നേഹത്തിലായിരിക്കുവാൻ നിയോഗിക്കപ്പെട്ടവരെ അത് നഷ്ടപ്പെടുത്തി ലൗകികരും ജഡീകരുമായി ജീവിക്കുമ്പോൾ സ്വർഗം നിലവിളിക്കുന്നു. പരിശുദ്ധ അമ്മ മാതാവ് ഫാദർ ഷഫാന് ഗോപിക്ക് കൊടുത്തൊരു ശക്തമായ പ്രവചന സന്ദേശമുണ്ട്. എന്താണ് അമ്മ പറഞ്ഞത്? ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന ഞാൻ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട്. വിശ്വാസ പരിത്യാഗത്തിൻ്റെയും അന്ധകാരത്തിൻ്റെയും ഈ യുഗത്തിൽ നിങ്ങളെ പ്രകാശിപ്പിക്കുന്ന ദീപം വിശ്വാസമായിരിക്കട്ടെ. അമ്മ പറയുന്ന പ്രവചന സന്ദേശം ശ്രദ്ധിച്ച്,
വ്യാപകമായ അവിശ്വസ്തതയുടെ ഈ കാലഘട്ടത്തിൽ എൻ്റെ പുത്രൻ യേശുവിൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള തീഷ്ണത നിങ്ങളിൽ കത്തിയെരിയട്ടെ. എൻ്റെ മകനായ യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതിയുള്ള തീഷ്ണത നിങ്ങളുടെ ഹൃദയത്തിൽ കത്തിയെരിയട്ടെ, കത്തിയെരിയട്ടെ. സഹോദരങ്ങളെ, ദൈവ സ്നേഹത്തെ പ്രതി ജ്വലിക്കുന്ന ആത്മാക്കളായി നമ്മൾ മാറുവാൻ സ്വർഗം നമ്മെ വിളിക്കുകയാണ്. വിശ്വസിച്ച് ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ വിശുദ്ധ ദാനത്തിനു വേണ്ടിയുള്ള ഉത്കൃഷ്ടമായ ആഗ്രഹം നമുക്കുണ്ടാകണം. സുഭാഷിത പുസ്തകം 2-ാം അധ്യായം, അവിടെ പരിശുദ്ധ വചനം പറയുന്നു, 4-5 വചനങ്ങൾ. നീ അതിനെ വെള്ളി എന്ന പോലെ തേടുകയും നിഗൂഢ നിധി എന്ന പോലെ അന്വേഷിക്കുകയും ചെയ്യുക. അപ്പോൾ നീ ദൈവഭക്തി എന്തെന്ന് ഗ്രഹിക്കുകയും ദൈവത്തെക്കുറിച്ച് അറിവ് നേടുകയും ചെയ്യും. അറിവ് നേടുകയും ചെയ്യും. നീ അതിനായി ദാഹിക്കണമെന്ന് വചനം പഠിപ്പിക്കുക. അപ്പോൾ നീ ദൈവഭക്തി എന്താണെന്നറിയും. ഈ വിശുദ്ധ ദാനങ്ങൾക്ക് വേണ്ടിയുള്ള നമ്മുടെ ആഗ്രഹവും തീഷ്ണതയും എരിവുമാണ് ആത്മാവിൻ്റെ ഈ സപ്തദാനങ്ങൾ നമ്മിലേക്ക് ഒഴുകപ്പെടുവാനുള്ള പ്രധാന വഴി. എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണുവാൻ പറ്റും ദൈവ സ്നേഹത്തെ പ്രതി കത്തിജ്വലിച്ച അനേകം ആത്മാക്കൾ. സഭാ ചരിത്രത്തിൽ എത്രയോ വിശുദ്ധാത്മാക്കളും രക്തസാക്ഷികളും, അവർക്കെല്ലാം എന്താ നമ്മോട് പറയാനുള്ളത്? ദൈവ സ്നേഹത്തെ പ്രതി എരിഞ്ഞവരാണവർ. എല്ലാം നഷ്ടപ്പെടുത്തിയവരെ. യുഗാന്ത്യ സഭയ്ക്ക് ആവശ്യം ഈ അഭിഷേകമാണ്. ആത്മാവിൻ്റെ ഈ വിശുദ്ധ ദാനമാണ് ഈ നാളുകളിൽ സഭയെ നയിക്കേണ്ടത്, സഭയെ ശക്തീകരിക്കേണ്ടത്. പലപ്പോഴും ഞാൻ ആ തിരുവചന ഭാഗം വായിക്കുമ്പോൾ അറിയാതെ എൻ്റെ ഹൃദയം വേദനിക്കാറുണ്ട്. ഒരു അതിശയോക്തി പറയല്ല പ്രിയപ്പെട്ടവരെ, കണ്ണ് നിറയാറുണ്ട്. കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി എല്ലാം നഷ്ടപ്പെടുത്തിയ ചില ജീവിതങ്ങളെക്കുറിച്ച് ഹെബ്രായ പുസ്തകം 11-ാം അധ്യായം 35, 36, 37 വചനങ്ങളിൽ കാണുവാൻ പറ്റും. ചിലർ മരണം വരെ പ്രഹരിക്കപ്പെട്ടു. മെച്ചപ്പെട്ട ഉദ്ധാനം പ്രാപിക്കാൻ വേണ്ടി പീഡയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ കൂട്ടാക്കിയില്ല. ചിലർ പരിഹാസവും ചമ്മട്ടിയടിയും ബന്ധനവും കാരാഗ്രഹവാസവും സഹിച്ചു. ചിലരെ കല്ലെറിഞ്ഞു, ചിലരെ വിചാരണ ചെയ്തു, ചിലർ 2ആയി വെട്ടിമുറിക്കപ്പെട്ടു, ചിലർ വാളുകൊണ്ട് വധിക്കപ്പെട്ടു, ചിലർ ചെമ്മരിയാടുകളുടെയും കോലാടുകളുടെയും തോല് ധരിച്ച് നിസ്സഹായരായും വേദനിക്കുന്നവരായും പീഡിതരായും അലഞ്ഞു നടന്നു. എൻ്റെ സഹോദരങ്ങളെ, ഈ വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണമേ. ഈ വചനങ്ങളിലൂടെ ആത്മാവ് എന്താണ് നമ്മോട് പറയുന്നത്? കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി, പരിശുദ്ധമായ സ്നേഹത്തെ പ്രതി എല്ലാം നഷ്ടപ്പെടുത്തിയ ആത്മാക്കളുടെ ജീവിതമാണ് പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ഇതുപോലെയുള്ള ആത്മാക്കൾ യുഗാന്ത്യ സഭയിൽ ഉണ്ടാകണം. വന്യവൈദികരിൽ, സമർപ്പിതരിൽ, ആത്മായ പ്രേക്ഷിതരിൽ, കുടുംബസ്ഥരിൽ ഇത്തരത്തിൽ ദൈവസ്നേഹത്താൽ മുദ്ര ചെയ്യപ്പെട്ട അനേകം ശുദ്ധാത്മാക്കള് ഈ നാളുകളിൽ സഭയിൽ എഴുന്നേൽക്കുക എന്നുള്ളത് ഈ കാലഘട്ടത്തിന് ആവശ്യമാണ്. അവർക്ക് പരാതിയോ പരിഭവമോ ഭയപ്പാടോ ആശങ്കയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവരിതെല്ലാം നഷ്ടപ്പെടുത്തിയത് ഒരേ ഒരു കാരണം, കർത്താവിനോടുള്ള സ്നേഹം. കർത്താവിനോടുള്ള സ്നേഹം, നിത്യജീവനോടുള്ള സ്നേഹം, തങ്ങൾ ആത്മരക്ഷയോടുള്ള ആ പ്രതിബദ്ധത, ഈ ദർശനവും ഈ ബോധ്യവുമുള്ള അനേകം ജീവിതങ്ങൾ യുഗാന്ത്യ സഭയിൽ ഉണരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ സഹോദരങ്ങളെ, ദൈവഭക്തി എന്ന ദാനത്തിലൂടെ ആത്മാവ് എന്താണ് നമുക്ക് നൽകുന്നത് ശ്രദ്ധിക്കണം. നമ്മൾ എപ്രകാരമാണ് ആത്മാവ് പ്രവർത്തിക്കുന്നത്? ഒന്നാമതായി, ദൈവഭക്തിയുടെ ആത്മാവ്, ഈ വിശുദ്ധ ദാനം നമ്മെ കർത്താവിനോടും സഭയോടും വിശ്വസ്തരാക്കി മാറ്റുന്നു.
വിശ്വസ്തത എന്ന ആത്മാവിൻ്റെ ഫലത്തിൽ, വിശ്വസ്തത എന്ന പുണ്യത്തിൽ നമുക്ക് വളരാൻ കഴിയണമെങ്കിൽ ദൈവഭക്തി എന്ന ദാനം കൂടിയേ തീരൂ. ദൈവഭക്തിയുടെ ആത്മാവാണ് ഒരു വ്യക്തിയെ വിശ്വസ്തതയിൽ ജീവിക്കുവാനായി സഹായിക്കുന്നത്. കർത്താവിനോടുള്ള വിശ്വസ്തതയിൽ ദിനംതോറും ദൈവഭക്തി എന്ന ദാനം നമ്മെ വളർത്തുകയാണ്. മറ്റെന്തിനേക്കാളും ഇന്ന് കർത്താവ് സ്നേഹിക്കുന്നത് തൻ്റെ വിശ്വസ്തരാണ്. വെളിപാട് പുസ്തകം 2:10 ഇത് യുഗാന്ത്യ സഭയ്ക്കുള്ള ആത്മാവിൻ്റെ പ്രവചനമാണ്. മരണം വരെ വിശ്വസ്തനായിരിക്കുക, ജീവന്റെ കിരീടം നിനക്ക് ഞാൻ നൽകും. കർത്താവിൻ്റെ പ്രോമിസാണ് മരണം വരെ വിശ്വസ്തരായിരിക്കുക. ഇന്ന് കർത്താവിൻ്റെ ഹൃദയത്തെ ഒത്തിരിയധികം വേദനിപ്പിക്കുന്നത് തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ അവിശ്വസ്തതയാണ്. എന്റെയും നിങ്ങളുടെയും അവിശ്വസ്തതയാണ്. നമ്മുടെ അവിശ്വസ്തത ഇന്ന് കർത്താവിനെ ഒരുപാട് വേദനിപ്പിക്കുന്നു. മരണതുല്യമായ വേദനയാൽ ഈശോ സങ്കടപ്പെടുവാനുള്ള കാരണം നമ്മുടെ അവിശ്വസ്തതയാണ്. ദൈവം തന്നിരിക്കുന്ന വിളിയിൽ അവിശ്വസ്തത കാണിക്കുന്നു. പൗരോഹിത്യ ജീവിതത്തിൽ, സമർപ്പിത ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളിൽ എവിടെയും അവിശ്വസ്തത പെരുകിയിരിക്കുക. പ്രിയപ്പെട്ടവരെ, വിശ്വസ്തരുടെ എണ്ണം ഇന്ന് വളരെ കുറഞ്ഞു വരുന്നു. അത് യുഗാന്ത്യ സഭയ്ക്കുള്ള അടയാളമാണ്. അവിശ്വസ്തരുടെ എണ്ണം ഇന്ന് വളരെയധികം പെരുകിയിരിക്കുന്നു. വിവാഹേതര ബന്ധങ്ങൾ, കുടുംബജീവിതത്തിൽ എന്തുമാത്രം അവിശ്വസ്തതകള്, സമർപ്പിത ജീവിതത്തിൽ, പൗരോഹിത്യ ജീവിതത്തിൽ. റോസ മിസ്റ്റിക് അമ്മ, പെരീന ഗില്ലി എന്ന് പറയുന്ന ആ പാവപ്പെട്ട ഒരു നേഴ്സ്, ഒരു സാധാരണ സ്ത്രീയാണ്. അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്: എൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ അവിശ്വസ്തതയാണ് എൻ്റെ ഹൃദയത്തിൽ തുളഞ്ഞു കയറിയിരിക്കുന്ന ഈ വാളുകൾ. അമ്മ വേദനയോടുകൂടി പറയാ, അവിശ്വസ്തത, അശുദ്ധ പാപങ്ങൾ, ഇതെല്ലാം ഇന്ന് ഈശോയെ വേദനിപ്പിക്കുന്നു. വിശ്വസ്തരായി ജീവിക്കണമെങ്കിൽ ദൈവഭക്തി എന്ന ദാനം നമുക്ക് കൂടിയേ തീരൂ. പ്രഭാഷകന്റെ പുസ്തകം 46-ാം അധ്യായം 15-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയാണ്, വിശ്വസ്തത നിമിത്തം അവൻ പ്രവാചകനാണെന്ന് തെളിഞ്ഞുകൊണ്ടു. നമ്മൾ കർത്താവിനുള്ളവരാണെന്ന് തെളിയുന്നത് നമ്മുടെ വാക്കുകൊണ്ടല്ല. നമ്മുടെ പ്രാർത്ഥനയും സ്തുതികളൊക്കെ വളരെ നല്ലതാണ്. നമ്മൾ കർത്താവിൻ്റെ മക്കളാണ്. കർത്താവിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട മുദ്രിത ആത്മാക്കളാണെന്ന് നമ്മൾ തെളിയിക്കുന്നത് നമ്മുടെ വിശ്വസ്തത മൂലമാണെന്ന് പരിശുദ്ധ വചനം വെളിപ്പെടുത്തുകയാണ്. വിശ്വസിക്കുന്നവർ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, ഈ വിശ്വസ്തത എന്ന പുണ്യത്തിൽ വളരുവാൻ നമ്മെ സഹായിക്കുന്നത് ദൈവഭക്തിയുടെ ആത്മാവാണ്. ഈ അവസാന നാളുകളിൽ, യുഗാന്ത്യ നാളുകളിൽ നമുക്ക് ഈ ദാനം കൂടിയേ തീരൂ. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കണം, ദൈവഭക്തിയുടെ ആത്മാവ് വസിക്കുന്ന, ഈ ആത്മാവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രത്യേകത പ്രാർത്ഥനയും ആരാധനയിലുള്ള ആനന്ദമാണ്. ഒരിക്കലും ഈ വ്യക്തിക്ക് പ്രാർത്ഥന വിരസതയല്ല, പ്രാർത്ഥന ബോറിംഗ് അല്ല, പ്രാർത്ഥനയിൽ മടിയില്ല, അലസതയില്ല. ഇന്ന് അനേകര്, എൻ്റെ സഹോദരങ്ങളെ, പ്രാർത്ഥിക്കും നമുക്ക് ഭയങ്കര മടിയാണ്, ബോറിംഗ് ആണ്, വിരസതയാണ്. അരമണിക്കൂർ പ്രാർത്ഥിക്കുമ്പോഴേക്കും നമ്മൾ 5 പ്രാവശ്യമെങ്കിലും വാച്ചിൽ നോക്കും, സമയം എത്രയായി. സമയം പോകാത്തതുപോലെ തോന്നിയപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഉറക്കം തൂങ്ങുന്നു, അലസരായിട്ടിരിക്കുന്നു, ഒരു ഭയഭക്തി, ആദരവില്ല. ദൈവഭക്തി എന്ന ദാനം നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, പ്രാർത്ഥനയും ആരാധനയും ആനന്ദമായി, അഭിഷേകമായി, കൃപയായി അനുഭവപ്പെടുകയാണ്. പ്രാർത്ഥിച്ചത് പോരാ എന്ന തോന്നലേ, ഞാൻ ഇത്രമാത്രം ആരാധിച്ചാൽ പോരാ, ഇനിയും പ്രാർത്ഥിക്കണം, കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കണം. ഈ ഒരു ആവേശം, തീഷ്ണത ദൈവഭക്തിയുടെ ആത്മാവ് തരികയാണ്. നമ്മൾ ശ്രദ്ധിക്കണം. ഇത് പ്രാർത്ഥന ആനന്ദമായി മാറിയവരെ, ദൈവാരാധന അഭിഷേകമായി മാറിയവരെ, സഹോദരങ്ങളെ, ഈ കൃപയിൽ വളരുന്നത് ദൈവഭക്തി എന്ന ദാനത്താൽ മുദ്ര ചെയ്യപ്പെട്ടവരാണ്. അപ്പൊ എന്തുമാത്രം ഈ കാലഘട്ടത്തിൽ
ഈ വിശുദ്ധ ദാനം നമുക്ക് ആവശ്യമാണ്, നമ്മൾ തിരിച്ചറിയണം. എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ മാതാവ് ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ലൂസിയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അമ്മ വേദനയോടുകൂടി പറഞ്ഞു, ഇന്ന് ഈ കാലഘട്ടത്തിന് വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുവാൻ ആളുകളില്ല. കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുവാൻ, പരിത്യാഗം ചെയ്യുവാൻ, പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുവാൻ ഇന്ന് അധികം ആളുകളില്ല. അമ്മ മാതാവ് വേദനയോടുകൂടി പറയുകയാണ്, പ്രാർത്ഥിക്കുക, വളരെയധികമായി പ്രാർത്ഥിക്കുക, പാപികൾക്ക് വേണ്ടി പരിഹാരം ചെയ്യുക. കാരണം ആരും പ്രാർത്ഥിക്കുവാനും പരിഹാരം ചെയ്യുവാനും ഇല്ലാത്തതിൻ്റെ പേരിൽ അനേകം ആത്മാക്കൾ നരകത്തിൽ, ശ്രദ്ധിക്കണമേ, നരകത്തിൽ അകപ്പെട്ടു പോകുന്നു. പ്രാർത്ഥിക്കുവാനും പരിഹാരം ചെയ്യുവാനും അധികം ആളുകൾ ഇല്ലാത്തതുകൊണ്ട് അനേകം ആത്മാക്കൾ നിത്യ നരകത്തിൽ നിബദിക്കുകയാണെന്ന് വേദനയോടെ നമ്മുടെ അമ്മ നമ്മൾ അറിയിക്കുകയാണ്. പ്രാർത്ഥിക്കാൻ വിളിക്കപ്പെട്ടവരെ പ്രാർത്ഥിക്കാതെ വളരെ ബിസിയായി പോകുന്നു. വളരെ തിരക്ക് പിടിച്ചൊരു ജീവിതം. എൻ്റെ സഹോദരങ്ങളെ, എന്താ കാരണം? ഈ ദാനം നമുക്ക് നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ്. ഈ ദാനം നമുക്ക് നമ്മിൽ നിർവീര്യമായത് കൊണ്ടാണ്. നിങ്ങൾ സാധിക്കുന്നവർ ഈ പുസ്തകം വായിക്കണം. എന്നെ ഒരുപാട് സ്വാധീനിച്ച അനേകം വൈദികരും സമർപ്പിതരും അതുപോലെ തന്നെ ഒത്തിരി ആത്മായ പ്രേക്ഷിതരും വായിച്ച് ധ്യാനിച്ചൊരു പുസ്തകമാണിത്. ഞാൻ പലപ്പോഴും ഇത് വായിച്ച് ധ്യാനിക്കാറുണ്ട്. കർത്താവിന് നമ്മോടുള്ള സ്നേഹത്തിൻ്റെ അടയാളങ്ങളാണ് ഈ പുസ്തകത്തിൽ മുഴുവൻ നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ ഈശോ പറയുന്നൊരു കാര്യമുണ്ട്. ഇൻസിനു ജേസു എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. അവിടെ കർത്താവ് പറയുകയാണ്, സക്രാരിയിൽ എൻ്റെ യഥാർത്ഥ ശരീരം സൂക്ഷിച്ചു വെച്ചതുകൊണ്ട് മാത്രമായില്ല. എത്രയോ സന്യാസ ഭവനങ്ങളിലാണ് ഞാൻ കൗതാശികമായി സന്നിഹിതനായിരിക്കുന്നത്. എന്നാൽ എൻ്റെ ജീവിക്കുന്ന യഥാർത്ഥ സാന്നിധ്യത്തിന് ഒരു ശ്രദ്ധയും നൽകാതെ എന്നെ തനിച്ചാക്കിയിരിക്കുന്നത് എന്തുകൊണ്ട്? കർത്താവ് വേദനയോടെ ചോദിക്കുക, സന്യാസ ഭവനങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ എൻ്റെ സ്നേഹകുദാശയോടുള്ള അവഗണനയ്ക്ക്, സ്നേഹശൂന്യതയ്ക്ക്, നന്ദികേടിന് പരിഹാരം ചെയ്യുക. ഞാൻ അവഗണിക്കപ്പെടുകയും അറിവിപ്പോടെ പരിഗണിക്കപ്പെടുകയും ചെയ്യുന്ന ആ ഭവനങ്ങൾ വലിയ പതനത്തിൻ്റെ വക്കിലാണ്. അവ നിലനിൽക്കില്ല. ഇത്തരമിടങ്ങളിൽ എന്നോട് കാണിക്കുന്ന അപമാനകരമായ പെരുമാറ്റത്തെ എനിക്ക് ഇനിമേലേറെ സഹിക്കാനാവില്ല. അവ കച്ചവട സ്ഥലങ്ങളും സുഖലോലുപതയുടെ ലൗകിക ഭവനങ്ങളുമായി തീർന്നിരിക്കുന്നു. ഞാനോ അവരുടെ ആ മേൽക്കൂരയ്ക്കിടയിൽ ഉപേക്ഷിക്കപ്പെടുന്നു. എന്നെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന സന്യാസ ഭവനങ്ങൾ തഴച്ചു വളരും. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് വേദനയോടുകൂടി അറിയിക്കുകയാണ്, പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനുമായി തെരഞ്ഞെടുക്കപ്പെട്ട ഞാനും നിങ്ങളും അലസരായി, അനാസ്ഥ കാണിച്ച്, ആലംബം കാണിച്ച് കർത്താവിനോട് കാണിക്കുന്ന സ്നേഹശൂന്യതയ്ക്കും നന്ദികേടിനും പരിഹാരം ചെയ്യുവാൻ ഈ നാളുകളിൽ സ്വർഗം നമ്മോട് ആവശ്യപ്പെടുകയാണ്. നമുക്ക് എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്? ഈശോ ചോദിക്കുക, ഞാൻ എത്രയോ സന്യാസ ഭവനങ്ങളിൽ, ഇടവക ദേവാലയങ്ങളിൽ പരിശുദ്ധ കുർബാനയായി, സ്നേഹകുദാശയായി ഞാൻ എഴുന്നള്ളിയിരിക്കുന്നു. എന്നാൽ നിങ്ങൾ എന്നെ ആരാധിക്കുവാനോ എൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് പ്രാർത്ഥിച്ച് എന്നെ മഹത്വപ്പെടുത്തുവാനോ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾക്കതിൽ താല്പര്യമില്ല. നിങ്ങൾ എന്നോട് അനാസ്ഥ കാണിക്കുന്നു. നിങ്ങൾ എന്നോട് കാണിക്കുന്ന ഈ സ്നേഹശൂന്യതയ്ക്കും നന്ദികേടിനും പരിഹാരം ചെയ്യുക. എന്തുകൊണ്ട് നിങ്ങൾ എന്നെ തനിച്ചാക്കിയിരിക്കുന്നു? എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ കുടുംബങ്ങളുടെ ഒരു വലിയ തകർച്ചയുടെ കാരണത്തിലേക്കാണ് ആത്മാ വെളിച്ചം വീശുന്നത്. പ്രാർത്ഥിക്കുവാൻ, ആരാധിക്കാൻ വിളിക്കപ്പെട്ടവരത് ചെയ്യാത്തത് നമുക്കൊരിക്കലും അനുഗ്രഹമല്ല, അത് തകർച്ചയും നാശവുമാണെന്ന് ആത്മാവ് വ്യക്തമായി നമ്മെ അറിയിക്കുകയാണ്. ഒരിക്കലും അത് അത് ബ്ലെസ്സിങ് അല്ല സഹോദരങ്ങൾ, അനുഗ്രഹമല്ല, നമുക്ക് നാശമാണത്, കൊടിയ നാശം. നിങ്ങൾ എന്തുകൊണ്ട് എന്നെ തനിച്ചാക്കിയിരിക്കുന്നു? കർത്താവിന് ചോദ്യം അത്. വേദനയോട് ചോദിക്കുക. നിങ്ങൾ എന്നോട് കാണിക്കുന്ന സ്നേഹശൂന്യതയ്ക്ക് പരിഹാരം ചെയ്യുക.
അവസാനമായി അവിടെ ഈശോ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്നെ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന സന്യാസ ഭവനങ്ങളും കുടുംബങ്ങളും അത് തഴച്ചു വളരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് തഴച്ചു വളരും, തഴച്ചു വളരും. സഹോദരങ്ങളെ, പ്രാർത്ഥനയും ദൈവാരാധനയും നമുക്ക് ആനന്ദമാകണമെങ്കിൽ ദൈവഭക്തി എന്ന ദാനം കൂടിയേ തീരൂ. ഈ ദാനമില്ലാതെ നമുക്ക് പ്രാർത്ഥനയിൽ ആനന്ദം കണ്ടെത്താൻ പറ്റുകയില്ല. 10 മിനിറ്റ് പ്രാർത്ഥിക്കുമ്പോഴേക്കും 10 മണിക്കൂറിൻ്റെ ദുരിതമാണ് നമ്മുടെ മനസ്സിലോട്ട് വരും. സമയം പോകുന്നില്ല. എന്താ കാരണം? പ്രാർത്ഥന ലഹരിയാകുന്നില്ല, പ്രാർത്ഥന അനുഭവമാകുന്നില്ല, പ്രാർത്ഥന ആനന്ദമാകുന്നില്ല. എന്തുകൊണ്ട്? ദൈവഭക്തിയുടെ ആത്മാവ് നിന്റെ മേൽ ചലിക്കുന്നില്ല, നിന്നെ ചലിപ്പിക്കുന്നില്ല. കണ്ണുനീരോടെ അനുതപിച്ച് കർത്താവിന് മുമ്പിൽ പ്രാർത്ഥിക്കണം. കർത്താവേ, ദൈവഭക്തി എന്ന ദാനത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ഇവിടെ നിങ്ങൾ 1-2 കാര്യങ്ങൾ പെട്ടെന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഈ നാളുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രാർത്ഥനകളുണ്ട് പ്രിയപ്പെട്ടവർ. അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ഗെത്സമൻ തിരുമണിക്കൂർ. ഞാൻ എൻ്റെ എല്ലാ സഹോദരങ്ങളോടും സ്നേഹത്തോടെ പറയുകയാണ്. നമ്മുടെ കർത്താവ് വിശുദ്ധയായ മാർഗ്രറ്റ് മേരി അലക്കോക്കിന് വെളിപ്പെടുത്തിയ സന്ദേശമാണിത്. നമ്മുടെ കർത്താവ് ഗെത്സമൻ തോട്ടത്തിൽ വെച്ച് അനുഭവിച്ച ആ വേദനയിൽ പങ്കുചേർന്ന് തൻ്റെ പ്രിയപ്പെട്ടവരുടെ, താൻ തെരഞ്ഞെടുത്തവരുടെ ആത്മീയ മന്ദതയെ പ്രതി ഈശോ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. നമ്മുടെ സ്നേഹം നഷ്ടപ്പെട്ടു പോയതാണ്. ഈശോയോടുള്ള നമ്മുടെ സ്നേഹം തണുത്തു പോയതാണ് ഇന്ന് ഈശോയ്ക്ക് ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത്. മറ്റെന്തിനേക്കാളും കർത്താവിൻ്റെ വേദന തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ സ്നേഹശൂന്യതയാണ് ഈശോയെ വേദനിപ്പിക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നോടൊപ്പം ഉണർന്നിരുന്ന് ഞാൻ ഗെത്സമൻ തോട്ടത്തിൽ അനുഭവിച്ച ആ മരണതുല്യമായ വേദനയിൽ നിങ്ങളും പങ്കുചേർന്ന് എല്ലാ വ്യാഴാഴ്ചയ്ക്കും വെള്ളിയാഴ്ചയ്ക്കും മധ്യേ വരുന്ന ആ രാത്രിയിൽ നിങ്ങൾ 1 മണിക്കൂറെങ്കിലും നിങ്ങൾ എന്നോടൊപ്പം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. അതാണ് ഗെത്സമൻ തിരുമണിക്കൂർ ആചരണം. ദിവ്യകാരുണ്യ സന്നിധിയിൽ ബഹുമാനപ്പെട്ട സമർപ്പിതരെ, വൈദികരെ, ആത്മായ പ്രേക്ഷിതരെ, നമുക്ക് ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ നമുക്ക് അവസരമുണ്ടെങ്കിൽ ആ അവസരം ഒരിക്കലും പാഴാക്കി കളയരുത്. നിങ്ങൾ അവസരം പ്രയോജനപ്പെടുത്തണം. ഗെത്സമൻ തിരുമണിക്കൂർ ആചരണം നടത്തണം. എല്ലാ വ്യാഴാഴ്ചയും രാത്രി 11 മുതൽ 3 വരെയാണ് ഈശോ പറഞ്ഞത്. കർത്താവ് പറഞ്ഞു 1 മണിക്കൂറെങ്കിലും. അപ്പോൾ 11 മുതൽ 12 മണി വരെ 1 മണിക്കൂർ എല്ലാ വ്യാഴാഴ്ചയും നിങ്ങളായിരിക്കുന്നിടത്ത് ഉണർന്നിരുന്ന് കർത്താവിൻ്റെ ആ കഠോരമായ വേദനയിൽ പങ്കുചേർന്ന് തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ പാപങ്ങളെ പ്രതി, അവരുടെ അവിശ്വസ്തതയെ പ്രതി കർത്താവിൻ്റെ മുമ്പിൽ മാപ്പ് ചോദിച്ച് അനുതപിച്ച് പരിഹാരം ചെയ്ത് പ്രായശ്ചിത്തം ചെയ്ത് നമ്മൾ പ്രാർത്ഥിച്ചാൽ യുഗാന്ത്യ സഭയിൽ ശക്തമായ മാറ്റങ്ങൾ പരിശുദ്ധാത്മാവ് നൽകും. വിശ്വസിക്കുന്നവർ ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. സ്തുതിക്കുന്നു. ഇത് കർത്താവിൻ്റെ പ്രോമിസാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ചെയ്യേണ്ട കാര്യം ഗെത്സമൻ തിരുമണിക്കൂർ ആചരണം നമ്മൾ നടത്തണം. രണ്ടാമത്തെ ഒരു കാര്യം, വിക്ടിം സോൾസ്. ബഹുമാനപ്പെട്ട ഷാർലച്ചൻ വിമല ഹൃദയ പ്രതിഷ്ഠ ശുശ്രൂഷ സമയത്ത് വിക്ടിം സോൾസിനെ കുറിച്ച് നമ്മളെ പഠിപ്പിച്ചു. ആരാണ് ഈ വിക്ടിം സോൾസ് എന്ന് പറയുന്നത്? ആത്മാക്കളുടെ രക്ഷയെ പ്രതി സഹനങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് പരിഹാരം ചെയ്ത് തങ്ങളുടെ ജീവിതത്തെ ഒരു ബലിയായി സമർപ്പിക്കുന്നവരാണ് കർത്താവിൻ്റെ ബലി ആത്മാക്കൾ, വിക്ടിം സോൾസ്, യാഗാത്മാക്കൾ. ഈ കാലഘട്ടത്തിൽ, ഈ യുഗാന്ത്യ നാളുകളിൽ എന്നെയും നിങ്ങളെയും, നമ്മളെ ഓരോരുത്തരെയും ഒരു വിക്ടിം സോളായി ആത്മാവ് തെരഞ്ഞെടുത്തിരിക്കുകയാണ്. സഹനങ്ങൾ ഏറ്റെടുക്കുക, ത്യാഗങ്ങൾ ഏറ്റെടുത്ത് നമ്മുടെ അനുദിന ജീവിതത്തിൽ ഓരോ സഹനവും കൃപയായി സ്വീകരിച്ച് നമ്മളത് രക്ഷാകരമാക്കി മാറ്റുക. നശിക്കുന്ന ഓരോ ആത്മാവിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി, സഭയുടെ നന്മയ്ക്കു വേണ്ടി, ലോകത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു വിക്ടിം സോളായി നമ്മളെ തന്നെ ബലിയായി സമർപ്പിക്കണം. സഹോദരങ്ങളെ, ഇപ്പോൾ അത് ഡിസ്പ്ലേ ചെയ്യുകയാണ്.
ഈ വിക്ടിം സോൾസിൻ്റെ ഗ്രൂപ്പിൽ പങ്കുചേർന്ന് സഹനങ്ങൾ ഏറ്റെടുത്ത് സഹനങ്ങൾ കൃപകളായി സ്വീകരിച്ച് അനുദിന ജീവിതത്തിൽ ഓരോ സഹനവും ആത്മാക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടി കാഴ്ചവെച്ച് കർത്താവിൻ്റെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുവാൻ സമർപ്പണമുള്ള എൻ്റെ ഓരോ സഹോദരനും സഹോദരിയും നിങ്ങൾ ഇതിൽ പങ്കാളികളാകണം. ആ ഫോൺ നമ്പറിൽ നിങ്ങൾ വിളിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ വോയിസ് ഇടണം, അല്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കണം. വിക്ടിം സോൾസിൻ്റെ ഗ്രൂപ്പിൽ പങ്കെടുത്ത് അനേകരുടെ വീണ്ടെടുപ്പിന് വേണ്ടി, ലോകത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുത്ത് ത്യാഗങ്ങൾ അനുഷ്ഠിച്ച് പ്രാർത്ഥിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഒരു സഹനത്തെയും പാഴാക്കി കളയരുത്. സഹനങ്ങളെ കൃപകളായി നമ്മൾ സ്വീകരിക്കണം. അപ്പോൾ നമ്മൾ ഈ വിക്ടിം സോൾസിൻ്റെ ഗ്രൂപ്പിൽ പങ്കാളികളായി പ്രാർത്ഥിക്കുവാനായിട്ട് നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. സ്നേഹത്തോടെ അത് ആവശ്യപ്പെടുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കുക. ദൈവഭക്തി എന്ന ദാനം നമുക്ക് തരുന്ന മറ്റൊരു നന്മയാണ് അനുസരണവും വിധേയത്വവും. ദൈവത്തെ അനുസരിക്കുവാൻ, അധികാരികളെ അനുസരിക്കുവാൻ, വിധേയത്വമുള്ളവരാകുവാൻ നമ്മളെ പ്രാപ്തമാക്കുന്നത് ദൈവഭക്തി എന്ന ദാനമാണ്. ദൈവഭക്തിയുടെ ആത്മാവ് പ്രവർത്തിക്കുമ്പോഴാണ് ഒരു വ്യക്തിക്ക് ഇത് ലഭ്യമാകുന്നത്. നമ്മുടെ കർത്താവ് പറഞ്ഞില്ലേ, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 29-ാം വചനത്തിൽ ഈശോ പറഞ്ഞു, ഞാൻ എപ്പോഴും അവിടത്തേക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു, എൻ്റെ പിതാവിന് ഇഷ്ടമുള്ളത് മാത്രം ഞാൻ പ്രവർത്തിക്കുന്നു. പരിശുദ്ധ അമ്മ പറഞ്ഞില്ലേ, ലൂക്കായുടെ സുവിശേഷം 1:38, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് ദൈവഹിതത്തിന് വിധേയപ്പെടുകയാണ്. ദൈവഹിതത്തിന് വിധേയപ്പെടുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ദൈവഭക്തിയുള്ള ഒരു ആത്മാവിന് മാത്രമേ അനുസരിക്കുവാനും വിധേയപ്പെടുവാനും സാധിക്കുള്ളൂ. ഈ നാളുകളിൽ എന്തുമാത്രം അനുസരണക്കേടിൻ്റെയും വിധേയത്വമില്ലായ്മയുടെയും അച്ചടക്കരാഹിത്യത്തിൻ്റെയും പൈശാചിക രൂപികൾ നമ്മുടെ ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ ആധിപത്യം പുലർത്തുമ്പോൾ, എൻ്റെ സഹോദരങ്ങളെ, ഈ യുഗാന്ത്യ സഭയ്ക്ക് എന്തുമാത്രം ദൈവഭക്തി എന്ന വിശുദ്ധ ദാനം ആവശ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പാപത്തോട് പൂർണ്ണമായ ഉപേക്ഷയാണ് ദൈവഭക്തി നമുക്ക് തരുന്നത്. പൂർണ്ണമായ ഉപേക്ഷ പാപത്തോട്. ദൈവഭക്തിയുടെ ആത്മാവ് നമ്മിൽ പ്രവർത്തിക്കുമ്പോൾ, ഈ ദാനത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ വിശുദ്ധി വേർപാടുമുണ്ടാകും. വിശുദ്ധിയോടെ ഈ ലോകത്തിന് മോഹങ്ങളിൽ നിന്ന് വേർപാട് സ്വീകരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റണമെങ്കിൽ സഹോദരങ്ങളെ, ദൈവഭക്തിയുടെ ആത്മാവ് കൂടിയേ തീരൂ. വിശുദ്ധ ജീവിതത്തിനായി പാപത്തോട് പൂർണ്ണമായ ഉപേക്ഷയാണ്. ഞാൻ ഈ വിശുദ്ധ ദാനത്തെക്കുറിച്ച് ചിന്തിച്ച് ധ്യാനിച്ചപ്പോൾ എന്തുമാത്രം നമുക്കിന്ന് ആവശ്യമായിരിക്കുന്ന ശ്രേഷ്ഠമായ ആത്മാവിൻ്റെ ദാനമാണ് ദൈവഭക്തി. യോഹന്നാൻ ശ്ലീഹ പറയുന്നില്ലേ, ഫസ്റ്റ് ജോൺ, യോഹന്നാൻ 1-ാം ലേഖനം 5-ാം അധ്യായം 18-ാം വചനത്തിൽ എന്താ ശ്ലീഹ പറയുന്നത്? ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരു വ്യക്തിയും പാപം ചെയ്യുന്നില്ല. പ്രിയപ്പെട്ടവരെ, ദൈവഭക്തിയുടെ ആത്മാവ് അവനെ നയിക്കുകയാണ്, അവളെ നിയന്ത്രിക്കുകയാണ്. പാപത്തോടുള്ള പരിപൂർണമായ ഉപേക്ഷ നമുക്ക് കിട്ടുകയാണ്. സുഭാഷിതങ്ങൾ 8:13 നമ്മൾ കാണുന്നുണ്ട്, ദൈവഭക്തി തിന്മയെ, പാപത്തെ വെറുക്കലാണ്. അഹംഭാവം, ഗർവ്, ദുർമാർഗം, ദുർവചനം എന്നിവ ഞാൻ വെറുക്കുന്നു. അപ്പോൾ പാപത്തോടുള്ള ഉപേക്ഷ ഈ കാലഘട്ടത്തിൻ്റെ മാലിന്യങ്ങളിൽ, അശുദ്ധിയിൽ വീണുപോകാതെ വിശുദ്ധിയോടെ നമുക്ക് ജീവിക്കാൻ കഴിയണമെങ്കിൽ ദൈവഭക്തി എന്ന ദാനം കൂടിയേ തീരൂ. അവസാനമായി, ഭൗതിക വസ്തുക്കളെക്കുറിച്ച് യാതൊരു ആകുലതയില്ല പ്രിയപ്പെട്ടവർ. നമ്മൾ മനസ്സിലാക്കണം, ഈ ദൈവഭക്തി എന്ന ദാനത്തിൽ ജീവിക്കുന്ന വ്യക്തികളുടെ പ്രത്യേകത അതാണ്. വിശുദ്ധർക്ക്, രക്തസാക്ഷികൾക്കൊക്കെ ഉണ്ടായത് ഭൗതികമായ ആവശ്യങ്ങളെക്കുറിച്ച്, ഭൗതിക വസ്തുവകളെക്കുറിച്ച് യാതൊരു ആകുലതയുമില്ല. കാരണം അവർക്കറിയാം കർത്താവ് വിശ്വസ്തനാണ്, ദൈവം പരിപാലിക്കുന്നവനാണ്, നമ്മുടെ ആവശ്യങ്ങൾ നമ്മളെക്കാൾ അധികമായി കർത്താവ് അറിയുന്നവനാണ്. ഇന്ന് ഈ കാലഘട്ടത്തിൻ്റെ യുഗാന്ത്യം ആളുകളുടെ ഒരു വലിയ കെണിയാണ് ജീവിത വ്യഗ്രത. ഈ ലോകത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള നെട്ടോട്ടം, ഈ ലോകത്തിൻ്റെ നശ്വരമായ സാധ്യതകൾക്ക് വേണ്ടി, കാര്യങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടി നമ്മൾ പലപ്പോഴും ആകുലപ്പെടുന്നു, ആശങ്കപ്പെടുന്നു. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ പരിപാലനയിൽ വിശ്വസിക്കുവാനും
കർത്താവിൻ്റെ വിശ്വസ്തതയിൽ ശരണപ്പെടുവാനും നാം തയ്യാറാണെങ്കിൽ ഒരു കുറവുമില്ലാതെ നമുക്ക് ആവശ്യമായത് തക്ക സമയത്ത് തന്ന് നമ്മെ പരിപാലിക്കുവാൻ ആത്മാവിശ്വസ്തനാണ്. മത്തായിയുടെ സുവിശേഷം 6:33 പറയുന്നു, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. വിശുദ്ധനായ ലൂയിസ് ഡി മോൺഫോർട്ട് യുഗാന്ത്യ സഭയെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, ദൈവഭക്തി എന്ന ദാനത്താൽ നിറയപ്പെട്ട പരിശുദ്ധ അമ്മ മാതാവിന്റെ പ്രേക്ഷിതർ, അന്ത്യകാല പ്രേക്ഷിതർ എപ്രകാരമുള്ളവരായിരിക്കുമെന്ന്. എന്താണ് ലൂയിസ് ഡി മോൺഫോർട്ട് നമ്മൾ അറിയിക്കുന്നത്? അവർ ഒന്നിനെ കുറിച്ചും ആകുലതയുണ്ടാവുകയില്ല. അവർക്കൊന്നിനെ കുറിച്ചും ആകുലതയുണ്ടാവുകയില്ല. അകാരണമായി അവർ ആരെയും ഭയപ്പെടുകയില്ല. ഈ ലോകത്തിന് നശ്വരമായ വസ്തുവകകളിൽ അവർ ശ്രദ്ധയർപ്പിക്കുകയില്ല. അവർ ഒന്നിനെ കുറിച്ചും ആകുലപ്പെടുകയില്ല. അകാരണമായി യാതൊന്നിനെയും അവർ ഭയപ്പെടുകയില്ല. ഈ ലോകത്തിൻ്റെ വസ്തുവകകളിൽ അവർ ശ്രദ്ധയർപ്പിക്കുകയില്ല. എൻ്റെ സഹോദരങ്ങളെ, ഭൗതികമായ വസ്തുക്കളെക്കുറിച്ച് ആകുലതയില്ലാത്തൊരവസ്ഥ ദൈവഭക്തി പ്രദാനം ചെയ്യുകയാണ്. യുഗാന്ത്യ നാളുകളിൽ, ഈ കാലഘട്ടത്തിൽ സഭയിലും നമ്മുടെ സമൂഹങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലും ദൈവഭക്തിയുടെ ആത്മാവ് നിറയുവാനായിട്ട്, ഈ വിശുദ്ധ ദാനത്താൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുവാൻ, നമ്മൾ നയിക്കപ്പെടുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ദാഹത്തോടെ പ്രാർത്ഥിക്കുക. കാലത്തിൻ്റെ പ്രത്യേകതയിൽ നമ്മൾ പെട്ടുപോകാതെ ദൈവഭക്തി എന്ന ദാനത്തിൽ നമ്മുടെ ജീവിതങ്ങൾ സൂക്ഷിക്കപ്പെടുവാൻ, അവസാന ശ്വാസം വരെ കർത്താവിനോടുള്ള സ്നേഹത്തിൽ ജ്വലിക്കുന്ന ഒരാത്മാവായി ഞാനും നിങ്ങളും പ്രകാശിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളെ വിലപ്പെട്ട പ്രാർത്ഥനകളിൽ ഷെക്കിൻ ന്യൂസിനെ ഓർക്കണം. ഈ ശുശ്രൂഷകളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളുടെ നിയോഗങ്ങളും ആവശ്യങ്ങളും ഞങ്ങളിവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ആരാധന ശുശ്രൂഷയിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിക്കാം. പ്രത്യേകമായി ദൈവഭക്തി എന്ന വിശുദ്ധ ദാനത്താൽ നമ്മളെല്ലാം മുദ്ര ചെയ്യപ്പെടുവാൻ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി ഭയഭക്തി ആദരവോടെ പരിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഭയഭക്തി ആദരവോടെ അൾത്താരയിലേക്ക് ഇരു കരങ്ങളെ യാചനാപുരം തുറന്നു പിടിച്ച് രാജാതി രാജാവായി പരിശുദ്ധ കുർബാനയായി നമ്മുടെ മധ്യേ വന്നിരിക്കുന്ന ജീവിക്കുന്ന കർത്താവിനെ ഒന്ന് ചേർന്ന് നമുക്ക് ആരാധിക്കാം. ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങൾ അഭിഷേകം ചെയ്യുന്ന നല്ല കർത്താവേ, ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻമുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാനൻ സർവവുമായി സമർപ്പണം ചെയ്ത് ആത്മാവിന്റെ കൃപാദാനങ്ങൾക്കായി ആഗ്രഹിച്ച് ആരാധിക്കും ഞാൻ ചേർന്ന് ആരാധിക്കുന്നു. തേടും നിൻമുഖം ജീവകാലം ഞങ്ങൾ ആശീർവദിക്കണമേ. ആത്മാവിന്റെ ശബ്ദദാനങ്ങളാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോ ഈശോ ഈശോ, കരങ്ങൾ അല്പം ഉയർത്തിപ്പിടിച്ച് അടിയനിതാ നാഥാ, അടിയനിതാ നാഥാ, അടിയനിതാ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്ത് അടിയനിതാ നാഥാ, അടിയനിതാ. സാധിക്കുന്ന എല്ലാവരും ഭയഭക്തി ആദരവോടെ സാഷ്ടാംഗം പ്രണമിച്ച് നമ്മുടെ ശിരസ് നിലം പറ്റേ കുനിഞ്ഞ് നമുക്ക് അവിടത്തെ ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കുർബാനയിൽ സത്യമായും
നമ്മുടെ കർത്താവാണ് എഴുന്നള്ളിയിരിക്കുന്നത്. നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങളെ അഭിഷേകം ചെയ്യുവാൻ, നമ്മെ ഓരോരുത്തരെയും അവിടുത്തെ സപ്തദാനങ്ങളാൽ സമ്പന്നമാക്കുവാൻ രാജാതി രാജാവായി ഈശോ വന്നിരിക്കുകയാണ്. തിരുവചനത്തിലൂടെ ആത്മാവിന്ന് നമ്മളെ പഠിപ്പിച്ചു. ഈ കാലഘട്ടത്തിൽ ദൈവഭക്തിയുടെ ആത്മാവിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്, ദൈവസ്നേഹം തണുത്തുറഞ്ഞു പോയ അസംഖ്യം ആത്മാക്കൾ ഈ കാലഘട്ടത്തിലുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി കത്തിച്ചൊലിക്കുന്ന ആത്മാക്കളായി നാം ഓരോരുത്തരും രൂപാന്തരപ്പെടുവാൻ ദിവ്യകാരുണ്യ സന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അവിടുത്തോടുള്ള സ്നേഹം ഞങ്ങളുടെ പറ്റിപ്പോയിട്ടുണ്ട്. ഞങ്ങൾ സ്നേഹത്തിൽ അലസരായിട്ടുണ്ട്. ഞങ്ങളുടെ സ്നേഹം മന്ദീഭവിച്ചു പോയി. ദൈവഭക്തിയുടെ ആത്മാവിനെ വർഷിക്കണമേ. ദൈവഭക്തിയുടെ ആത്മാവിന് ചേർന്ന വിധം ജീവിക്കുവാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. എന്റെ സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ നമുക്ക് സംഭവിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വലിയൊരു അപജയമാണ് കർത്താവിനോടുള്ള സ്നേഹം നഷ്ടപ്പെട്ടു പോയത്. ഈശോയോടുള്ള ഇന്റിമസി, വിട്ടുപിരിയാത്ത ബന്ധത്തിൽ നിന്ന് അനേകം ആത്മാക്കൾ പിന്മാറിപ്പോയി. സ്വർഗം ഒത്തിരിയേറെ വേദനിക്കുകയാണ്. നമ്മുടെ അമ്മ മാതാവ് ഇന്ന് സങ്കടപ്പെടുകയാണ്. കർത്താവിന്റെ ഹൃദയം അതീവ ദുഃഖത്താൽ മരണതുല്യമായ വേദന അനുഭവിക്കുകയാണ്. ഇരുകരങ്ങളും ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് തുറന്നു പിടിക്കാം. ദൈവഭക്തി നഷ്ടപ്പെട്ടു പോയ എല്ലാ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അവരിൽ ദൈവസ്നേഹത്തിന്റെ തീ പടരട്ടെ, ദൈവകൃപയുടെ തീ കത്തട്ടെ, ദൈവശക്തിയുടെ അഭിഷേകം വ്യാപരിക്കട്ടെ. സ്നേഹം തണുത്തുറഞ്ഞു പോയ ഓരാത്മാവിലേക്കും കർത്താവിന്റെ സ്നേഹത്തിന്റെ അഭിഷേകം ഒഴുകട്ടെ. ആത്മാവേ, 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 ആത്മാവേ. ഒപ്പം നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കുക, കുടുംബങ്ങളെ സമർപ്പിക്കുക, മക്കളെ സമർപ്പിക്കുക, തലമുറകളെ സമർപ്പിക്കുക, നമ്മുടെ സഭയെ സമർപ്പിക്കുക. യുഗാന്ത്യ സഭ മുഴുവനും ദൈവഭക്തിയുടെ ആത്മാവിനാൽ പൂരിതമാകുവാൻ, കർത്താവിനോടുള്ള സ്നേഹത്തിൽ സഭ നിരന്തരം വളരുവാൻ ഇരുകരങ്ങളും ഉയർത്തിരു മനസ്സോടെ ഒന്നിച്ചു വിളിക്കുന്നു. യേശുവേ, ഓ ഏക രാജാവേ, ഏക കർത്താവേ, ദൈവഭക്തിയുടെ ആത്മാവിനെ വർഷിക്കണമേ. ദൈവഭക്തിയുടെ ആത്മാവിനെ വർഷിക്കണമേ. ദൈവഭക്തി എന്ന ശബ്ദദാനത്താൽ ഞങ്ങളെ മുദ്ര ചെയ്യണമേ. അനേകം ആത്മാക്കളിൽ ദൈവസ്നേഹം വ്യാപരിക്കട്ടെ. ദൈവസ്നേഹത്തിന്റെ തീ പിടിക്കട്ടെ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ദിവ്യകാരുണ്യ ഈശോയുടെ തിരുമുഖത്തേക്ക് നോക്കി, കർത്താവേ, സ്നേഹത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. സ്നേഹത്താൽ ഞങ്ങൾ ഉണർത്തണമേ. ദൈവഭക്തിക്ക് ചേർന്ന വിധം ജീവിക്കാൻ അവിടുത്തെ കൃപാദാനങ്ങൾ നൽകണമേ. പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വരികൾ പാടി ഈശോയെ ആരാധിക്കുന്നു. നിറയണമേ, കവിയണമേ, പരിശുദ്ധാത്മാവേ, നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ആഗ്രഹത്തോടെ പാടുകേ. ആത്മാവിന്റെ ശബ്ദദാനങ്ങൾ നമ്മിലേക്ക് കവിഞ്ഞൊഴുകട്ടെ. സഭ മുഴുവനിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ കൂട്ടായ്മകളിലേക്ക് ആത്മാവിന്റെ ശബ്ദദാനങ്ങൾ നിറഞ്ഞൊഴുകട്ടെ. ആത്മാവേ, കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ. അവിടുത്തെ ശബ്ദദാനങ്ങളുമായി ഞങ്ങളെ സന്ദർശിക്കണമേ, ഞങ്ങളെ സന്ദർശിക്കണമേ. ആത്മാവേ, അവിടുത്തെ കൃപയുടെ കരങ്ങൾ നീട്ടിത്തരണമേ. ഇതാ പരിശുദ്ധ കുർബാനയിൽ നിന്ന് ആത്മാവിന്റെ ശബ്ദദാനങ്ങൾ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒഴുകപ്പെടുന്നു. ദൈവഭക്തിയുടെ ആത്മാവിനാൽ സ്വർഗം നമ്മെ പൂരിതമാക്കുന്നു. കരമുയർത്തൊരിക്കൽ കൂടെ വിളിക്കുന്നു, ആത്മാവേ, ദൈവഭക്തിയുടെ ആത്മാവിനെ വർഷിക്കണമേ. ദൈവഭക്തിയുടെ ചൈതന്യം നൽകണമേ. കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിരന്തരം വളരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഈശോ ഈശോ ഈശോ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കർത്താവിന്റെ സന്നിധിയിൽ ശിരസ് നമിച്ച് അനുതപിച്ച് പ്രാർത്ഥിക്കുക. കർത്താവിനോടുള്ള സ്നേഹം പറ്റിപ്പോയി ആത്മാക്കളായി ഈ നാളുകളിൽ നമ്മളെല്ലാം മാറിയിരിക്കുകയാണ്. വേണ്ട വിധം ഈശോയെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, സ്നേഹത്തിൽ വളരാൻ പറ്റുന്നില്ല, സ്നേഹത്തിന്റെ അനുഭവം സ്വന്തമാക്കാൻ കഴിയുന്നില്ല. ഉണങ്ങി വരേണ്ട നിലങ്ങളെ പോലെ നമ്മുടെ ആത്മാവ് ശുഷ്കമായി തീർന്നിരിക്കുന്നു. കർത്താവേ, കരുണ ചൊരിയണമേ, ദൈവസ്നേഹത്തിന്റെ സ്പാർക്ക് നൽകണമേ, ദൈവസ്നേഹത്തിന്റെ തീ നൽകണമേ, ഞങ്ങളെ തീ പിടിപ്പിക്കണമേ. സ്പിരിറ്റ് മൂവ്. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഓരാത്മാവിലേക്കും കർത്താവിന്റെ സ്നേഹത്തിന്റെ തീ പടരട്ടെ. തീ തീ തീ. ദൈവഭക്തിയുടെ ആത്മാവ് വ്യാപരിക്കട്ടെ. കരുണ ചൊരിയണമേ, കരുണ കാണിക്കണമേ. കർത്താവ്, ഈ സമയം ഞങ്ങൾ ആത്മാവിന്റെ സപ്തദാനങ്ങൾക്കായി പ്രത്യേകമായി ദൈവഭക്തിയുടെ ആത്മാവിനായി പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. കരങ്ങൾ തുറന്നു പിടിച്ച് നമ്മൾ ഒരു മനസ്സോടൊന്നിച്ച് പ്രാർത്ഥിക്കുക. നമ്മൾ എവിടെയായിരുന്നാലും സഹോദരങ്ങളെ, നമ്മൾ ഈ ആത്മീയ കൂട്ടായ്മയുടെ ഭാഗമായി പരിശുദ്ധ അമ്മ മാതാവിനോടും വിശ്വസ പിതാവിനോടും ചേർന്ന് പരിശുദ്ധാത്മാവിന്റെ വിശുദ്ധ ദാനങ്ങൾക്കായി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, എല്ലാ പാപങ്ങളും വർജിക്കുവാൻ, എല്ലാ പാപങ്ങളും വർജിക്കുവാൻ പ്രാപ്തരാക്കുന്ന ദൈവഭയം, പ്രാപ്തരാക്കുന്ന ദൈവഭയം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യാൻ, ഞങ്ങൾക്ക് പ്രദാനം ചെയ്യാൻ കനിവാകണമേ. കനിവാകണമേ. യഥാർത്ഥ ദൈവമക്കൾക്ക് യോജിച്ച വിധം, യഥാർത്ഥ ദൈവമക്കൾക്ക് യോജിച്ച വിധം ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവത്തെ സ്നേഹിക്കുവാനും ആദരിക്കുവാനും ആദരിക്കുവാനും മാതാപിതാക്കളെയും മക്കളെയും മാനിക്കുവാനും മാതാപിതാക്കളെയും മക്കളെയും മാനിക്കുവാനും ഞങ്ങളെ കെൽപ്പുള്ളവരാക്കുന്ന ഞങ്ങളെ കേൾപ്പുള്ളവരാക്കുന്ന ദൈവഭക്തിയുടെ ദാനം, ദൈവഭക്തിയുടെ ദാനം, ദൈവഭക്തിയുടെ ദാനം ദൈവഭക്തിയുടെ ദാനം, നമുക്ക് ഒന്നിച്ചു പ്രാർത്ഥിക്കാം. ദൈവഭക്തിയുടെ ദാനം ദൈവഭക്തിയുടെ ദാനം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്ക് നൽകണമേ. ശാശ്വതവും നശ്വരവുമായ ശാശ്വതവും നശ്വരവുമായ കാര്യങ്ങളെ ദൈവം വിധിക്കുന്നത് പോലെ വിധിക്കാൻ കാര്യങ്ങളെ ദൈവം വിധിക്കുന്നത് പോലെ വിധിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കുന്ന ഞങ്ങളെ യോഗ്യരാക്കുന്ന അറിവിന്റെ ദാനം അറിവിന്റെ ദാനം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്ക് നൽകണമേ. ദൈവ സ്നേഹത്തെ പ്രതിയും ദൈവസ്നേഹത്തെ പ്രതി അവിടുത്തെ ഉപരി മഹത്വത്തെ പ്രതിയും അവിടുത്തെ ഉപരി മഹത്വത്തെ പ്രതി എല്ലാ പ്രയാസങ്ങളെയും തരണം ചെയ്യാൻ എല്ലാ പ്രയാസങ്ങളെയും തരണം ചെയ്യാൻ ഞങ്ങളെ സഹായിക്കുന്ന ഞങ്ങളെ സഹായിക്കുന്ന ആത്മശക്തിയുടെ ദാനം ആത്മശക്തിയുടെ ദാനം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്ക് നൽകണമേ. ക്രിസ്തുവിനെ പോലെ ക്രിസ്തുവിനെ പോലെ സത്യത്തിന്റെ പാതയിൽ സത്യത്തിന്റെ പാതയിൽ ഞങ്ങളെ നയിക്കുകയും ഞങ്ങളെ നയിക്കുകയും മറ്റുള്ളവരെ നയിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യുന്ന ഞങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യുന്ന ആലോചന എന്ന ദാനം ആലോചന എന്ന ദാനം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, സ്നേഹത്തോടെ വിളിച്ച പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അങ്ങ് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ അങ്ങ് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആഴത്തിൽ അവബോധമുള്ളവരാകാം ആഴത്തിൽ അവബോധമുള്ളവരാകാൻ ഞങ്ങളെ പ്രാപ്തരാക്കുന്ന ഞങ്ങളെ പ്രാപ്തരാക്കുന്ന ബുദ്ധിയുടെ ദാനം ബുദ്ധിയുടെ ദാനം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്ക് നൽകണമേ. നിത്യജ്ഞാനത്തിന് നിത്യജ്ഞാനത്തിന് അനുസൃതവും അനുസൃതവും ഉചിതവുമായവ ഉചിതവുമായവ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ യോഗ്യരാക്കുന്ന ജ്ഞാനമെന്ന ദാനം യോഗ്യരാക്കുന്ന ജ്ഞാനമെന്ന ഞങ്ങൾക്ക് ദാനം നൽകണമേ. ഞങ്ങൾക്ക് നൽകണമേ. പിതാവിന്റെയും പുത്രന്റെയും പിതാവിന്റെയും പുത്രന്റെയും പൂർണ്ണമായ സ്നേഹ കൂട്ടായ്മയിൽ പൂർണ്ണമായ സ്നേഹക്കൂട്ടായ്മയിൽ ജീവിക്കുന്ന അത്യുന്നതനായ ദൈവത്തിന്റെ ദാനമേ, ജീവിക്കുന്ന അത്യുന്നതനായ ദൈവത്തിന്റെ ദാനമേ, ഇവയെല്ലാം ഞങ്ങൾക്ക് കനിഞ്ഞു നൽകുവാൻ ഇവയെല്ലാം ഞങ്ങൾക്ക് കനിഞ്ഞു നൽകുവാൻ ദയുണ്ടാകണമേ. ദയുണ്ടാകണമേ. ആമേൻ, ആമേൻ. ആമേൻ, ആമേൻ. 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 ഒരിക്കൽ കൂടെ ദിവ്യകാരുണ്യ സന്നിധിയിൽ കരങ്ങളും ഉയർത്തി ഈ വിശുദ്ധ ദാനങ്ങളാ, ആത്മാവിന്റെ ദാനങ്ങളാ, പ്രത്യേകമായി ദൈവഭക്തിയുടെ ആത്മാവിനാ നമ്മളെല്ലാം മുദ്ര ചെയ്യപ്പെടുവാൻ യുഗാന്ത്യ സഭ ദൈവഭക്തിയുടെ ആത്മാവിൽ നിരന്തരം വളരുവാൻ നയിക്കപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒന്നിച്ചു വിളിക്കുന്നു. യേശുവേ, സപ്തദാനങ്ങളാൽ മുദ്ര വെക്കണമേ.
ദൈവത്തിന്റെ ആത്മാവിനെ അഭിഷേകം ചെയ്യണമേ. ഓരോ ആത്മാവിനെയും, ഓരോ കുടുംബത്തെയും, ഓരോ വ്യക്തിയെയും, ഞങ്ങളുടെ സഭ മുഴുവനെയും ആത്മാവെ അഭിഷേകം ചെയ്യണമേ. Anoint, anoint, Holy Spirit, anoint. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ദൈവഭയം, ആത്മശക്തി, ആത്മാവേ പകരണമേ, പകരണമേ. തീ പോലാളും സ്നേഹം, കർത്താവേ മുദ്ര ചെയ്യണമേ. ദൈവഭയം, സ്തുതിക്കുന്നു. ആത്മശക്തി, ആമേൻ. തീ പോലാളും സ്നേഹം. മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി ദിവ്യകാരുണ്യ ആശീർവാദം നമ്മൾ സ്വീകരിക്കുകയാണ്. ഇന്നേ ദിനത്തിലെ ശുശ്രൂഷയെ ആത്മാവ് കരം പിടിച്ച് നയിച്ചു. പരിശുദ്ധ അമ്മ മാതാവ് ഈ അൾത്താരയിൽ ഇതിൻ്റെ അരികിൽ അമ്മ നിൽപ്പുണ്ട്. നമുക്ക് ഏറ്റവും സ്നേഹത്തോടെ ഈശോ നൽകുന്ന ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂകണമേ വത്സല സുതരേ. നിർമ്മലരാം ജീവിച്ചിടുവാണമേ. നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ സമൂഹത്തിലേക്ക് കർത്താവ് കടന്നു വന്ന് നമ്മളെ ആശീർവദിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മെ അഭിഷേകം ചെയ്യുന്നു. ഈശോയേ, ഈശോയേ, ആരാധന, ആരാധന, ആരാധന. നന്ദി കർത്താവേ, പരിശുദ്ധ ത്രിത്വമേ നന്ദി, നന്ദി, നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിന് നമുക്ക് നന്ദി പറയാം. എൻ്റെ സഹോദരങ്ങളെ, ഈ ശുശ്രൂഷയ്ക്ക് നിങ്ങൾ നൽകുന്ന പ്രാർത്ഥനയ്ക്കും പ്രോത്സാഹനത്തിനും ഒരിക്കൽ കൂടി ഈശോയുടെ നാമത്തിൽ നന്ദി അറിയിക്കുകയാണ്. നാളെ പ്രത്യേകമായി നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങി വരേണ്ടത് ദൈവഭക്തിയുടെ ആത്മാവിൽ നിറയുവാനാണ്. നമ്മളിപ്രകാരം പ്രാർത്ഥിക്കുകയാണ്. കർത്താവിനോടുള്ള സ്നേഹത്തിൽ ദിനം പ്രതി ആഴപ്പെട്ട് ദൈവഭക്തിയോടെ ജീവിക്കുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. നമ്മൾ 7 പ്രാവശ്യം പരിശുദ്ധാത്മാവിൻ്റെ ഈ അഭിഷേകത്തിനായി ദാഹിച്ചു പ്രാർത്ഥിക്കുന്നു. രണ്ടാമതായി, ദൈവഭക്തിക്ക് നിരക്കാത്തതെല്ലാം വിട്ടുപേക്ഷിക്കുവാൻ തീരുമാനമെടുക്കണം. മൂന്നാമതായി, പ്രഭാഷകന്റെ പുസ്തകം 32-ാം അധ്യായം 14 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങൾ വായിച്ച് ധ്യാനിച്ച് ദൈവഭക്തിയുടെ ചൈതന്യത്തിൽ നിറയപ്പെടുവാൻ നമ്മൾ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ല രാത്രി ആശംസിക്കുകയാണ്. ദൈവഭക്തിയുടെ ആത്മാവിൽ നമുക്ക് കർത്താവിൻ്റെ സ്വസ്ഥതയിൽ വിശ്രമിക്കാനായി പോകാം. ഹോളി നൈറ്റ്.